ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, രണ്ട് അച്ഛന്മാരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് രണ്ട് കാര്യങ്ങളിൽ. എൻ്റെ മുമ്പിലിരിക്കുന്ന പാട്ടുകാരനച്ഛൻ എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുള്ളൊരച്ഛന്. കാരണം എനിക്കങ്ങനെ പാടാൻ അറിയില്ല. എന്നാൽ വൈദിക സെമിനാരിയിൽ നിന്ന് അയച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛനോടുള്ള പരിചയം തുടങ്ങിയത്. ആ പരിചയം ഇന്നോളം ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് ഞാനും എന്നെ ഒരു അനുജൻ്റെ സ്ഥാനത്തും കാണുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല. രണ്ടാമതായിട്ട് ഈ അച്ഛനെ ഞാൻ കാണുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ബാംഗ്ലൂരിൽ സ്നേഹസ്ഥാനിൽ ഷമ്മാശനായിട്ടിരിക്കുമ്പം നല്ല പൊക്കം, അങ്ങനെ ഒരു നോട്ടം ആദ്യം എനിക്ക് കിട്ടിയത്. പിന്നീടാണ് അത്രയും വലിയൊരു മനസ്സും അതിനകത്തുണ്ടെന്ന് പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതല്ല, ഒരു കാസക്കിനുള്ള വെള്ളത്തുണി അന്ന് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഞാനങ്ങ് പരിഗണിക്കുക, അത്രയും വലിയ മനസ്സിനുള്ളതാണ്. പിന്നീട് അത് മനസ്സിലായി ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വ്യക്തിബന്ധം പുലർത്താനായിട്ട് സാധിക്കുന്ന ഒരു വൈദികനാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. രണ്ടുപേരും അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ എനിക്ക് അടുത്ത വ്യക്തിത്വങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. പോകട്ടെ, ഈ ദേശവും എനിക്ക് സ്വന്തമാണ്. ഒരു പരിധിവരെ 5 മാസമേ ഞാൻ പരുമലയിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന പരുമലക്കാരെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനൊരു വീട്ടിൽ പോയിട്ട് വന്നതിൻ്റെ, അല്ലെങ്കിൽ ഇത്രയും ഇവിടെ വരാൻ താമസിച്ചതിൻ്റെ പിന്നിലെ കാരണവും അപ്രകാരമുള്ള ഒരു കാരണമാണ്. എല്ലാവരോടുമുള്ള എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. വാക്യം ഇതാണ്: രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം. ഒരു പക്ഷേ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. വ്യത്യസ്തമായ ഒരു വായനകൾക്ക് വേണ്ടി മാത്രം ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു എന്ന് മാത്രം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ വാക്യം എടുത്തതിന് നല്ല പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ രോഗം, രോഗസൗഖ്യം, സൗഖ്യദാന ശുശ്രൂഷകൾ, പിന്നെ എന്നൊക്കെയാ പറയേണ്ടത്, ഇതെല്ലാത്തിനും വളരെ സ്ഥാനമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളിലോട്ട് താല്പര്യവുമില്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തുളച്ചു കയറും, യാതൊരു സംശയമില്ല. രോഗം സൗഖ്യമാക്കി കിട്ടും. അങ്ങനെ ഒരു പ്രവാചകൻ ഇന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ ഏത് മതമോ ഏത് ജാതിയോ ഏത് തരക്കാരനോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കാതെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വാക്യം ഒരിക്കൽ കൂടി, അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. തുല്യത ഇല്ലാത്ത ഒരു വേദവാക്യം. വേദപുസ്തകത്തിലെ ആദിയോടന്തം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപാട് പുസ്തകത്തിന്റെ 22-ാമത്തെ അധ്യായം വരെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച അധ്യായം ഏതാന്ന് ചോദിച്ചാൽ അത് ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായമാണ്. കാരണം എഴുത്തുകാരൻ ഇങ്ങനെ വളരെ വ്യക്തമായി മാലയിൽ എങ്ങനെ മുത്തുമണികൾ കോർത്തിരിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാര് പാചകത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ എങ്ങനെ കോർത്തിണക്കിയിരിക്കുന്നു, അത്രമാത്രം സമരസപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ വ്യക്തമായി ഒരു വാക്കിന്റെ പോലും അർത്ഥം നഷ്ടപ്പെടാതെ, എന്നാൽ ഉപയോഗിക്കേണ്ട വാക്കുകളെ അതേ അർത്ഥതലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അർത്ഥം അല്പം പോലും ശേഷിക്കാതെ അല്ലെങ്കിൽ ശോഷിക്കാതെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ അധ്യായം എഴുതപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. ഈ അവൾ ആരാണ്, യജമാനത്തി ആരാണ്, ആർക്കാണ് രോഗം, ആർക്കാണ് രോഗസൗഖ്യം കിട്ടേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലേത് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ വായിച്ചാൽ അതിന്റെ പൂർണ്ണമായ അർത്ഥം കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. നയമാന്റെ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട കഥയാണ്. OVBS പഠിപ്പിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു കഥ. നയമാൻ പോയി 7 പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുന്ന കാര്യവും ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. എങ്കിലും
ആരംഭ വാചകങ്ങളിൽ ചില പ്രത്യേകതകൾ എടുത്തു പറയുന്നു. വാക്യം ഇങ്ങനെയാണ്: അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. വാക്യം വളരെ സാധാരണ തലത്തിൽ കഥ വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റുന്ന വാചകം. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഈ അരാം രാജാവ് എന്ന് പറയുന്നത് പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ ബെൻ ഹദദ് എന്ന് പറയുന്ന രാജാവെന്ന് പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. ആരുമായിക്കൊള്ളട്ടെ, ബെൻ ഹദദ് എന്ന് പറയുന്ന രാജാവ് തന്നെ എന്ന് നമുക്കും സ്ഥിരീകരിക്കാം. ബെൻ ഹദദ് എന്ന് പറയുന്ന രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകി. ഞാൻ പറഞ്ഞു, വളരെ വ്യക്തമാ. ഞാനായിരുന്നു ഈ വാചകം എഴുതുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി നമുക്കറിയാം, കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം എന്തിന്? എനിക്ക് ശക്തി, എനിക്ക് ബുദ്ധി, എനിക്ക് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ ദൈവം എന്തിന് എന്ന് ചിന്തിക്കുന്ന ആധുനിക യുവ സമൂഹത്തിന്റെ പ്രതീകമോ വക്താവോ ആയിരിക്കാം ഞാനും. അവിടെ നിന്നുകൊണ്ട് ഈ രചയിതാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ അരാമിന് ജയം നൽകി. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സകല ജയത്തിന്റെയും പശ്ചാത്തലം ദൈവമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള ചിന്ത നമുക്ക് എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ വീട്ടിലെ ആളുകൾ പറയും, കൊച്ചു നല്ല കൊച്ചാണെങ്കിൽ എൻ്റെ കൊച്ച്, കൊച്ചു മോശമാണെങ്കിൽ അതിയാൻ്റെ കൊച്ച്, അല്ലെ അവിടെ കൊച്ച്. വീട്ടുകാരുടെ തൊഴിൽ ആ കൊച്ചിപ്പ കാണിക്കുന്നത് എന്ന് നമ്മൾ പറയുന്ന പോലെ, നമ്മൾ വിജയം നേടിയാൽ അത് എൻ്റെ മിടുക്ക്, തോൽവിയായി കഴിഞ്ഞാലോ ഈ ദൈവത്തിന് ശക്തിയില്ല. ഞാൻ 10 പ്രാവശ്യം ആ പരുമലപ്പള്ളി കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഈ രചയിതാവ് അവിടെയും തൻ്റെ വിജയത്തിന്റെ യഥാർത്ഥ വരികളെ കോർത്തിണക്കി എഴുതിയപ്പോൾ ദൈവം വിജയം നൽകി എന്നുള്ള ചിന്ത മാറ്റിവെക്കുകയല്ല. എന്നാൽ ആ രചയിതാവ്, ഞാൻ പറഞ്ഞു, വാക്കുകളെ കോർത്തിണക്കിയപ്പോൾ ഒരർത്ഥശോഷണം സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഇങ്ങനെ എഴുതി: അരാം രാജാവിന്റെ സേനാധിപതിയായ, ബാക്കി നിങ്ങൾ പറഞ്ഞേ, നയമാൻ മുഖാന്തരം. ഈ ആധുനിക കാലഘട്ടത്തിലെ സഭകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ കയ്യിലായിരുന്നു ഈ വേദപുസ്തകം എഴുതാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെ എഴുതത്തില്ല. അവരെങ്ങനെ എഴുതിയേനെ? അരാം രാജാവിന് യഹോവ ജയം നൽകി. അത്രയും പോരെ? എന്തിനാ ഈ മുഖാന്തരങ്ങളെ, ചില മുഖാന്തരങ്ങളെ എടുത്തുപയോഗിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് വളരെ വ്യക്തമായി പറയും, വേദപുസ്തകത്തിന്റെ ആദിയോട് അന്തം പരിശോധിച്ചാൽ ദൈവം മുഖാന്തരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേദപുസ്തകം എൻ്റെ കൈകൾ കിട്ടുവാൻ ഒരു മുഖാന്തരത്തെ ഉപയോഗിച്ചു എന്നാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയും, ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന എൻ്റെ ദേവാലയത്തിൽ ഒരു കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ കബറടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാ ഈ വേദപുസ്തകത്തെ ആദ്യമായി സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അദ്ദേഹത്തെ ദൈവം ഒരു മുഖാന്തരമായി ഉപയോഗിച്ച. പിന്നീട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ വേദപുസ്തകത്തിന്റെ ആദിയോടന്തം ദൈവം മുഖാന്തരങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ കൂടി തന്നെ യാത്ര ചെയ്യാം. അബ്രഹാം പിതാവ്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം വായിക്കുമ്പം അവിടെ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്: ഞാൻ നിന്റെ പേർ ചൊല്ലി ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കും, നീ ഇസ്രായേലിന് ഒരു അനുഗ്രഹമായി തീരും. അതുകൊണ്ടാ പിന്നീട് എപ്പം ദൈവം തമ്പുരാൻ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ദൈവം പറയുന്ന വാചകം ഇതാണ്: ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും. എന്നത്തിനാ ദൈവം ഇങ്ങനെ പറയുന്നത്? ദൈവം വളരെ വ്യക്തമായ ചില മുഖാന്തരങ്ങളെ ഉപയോഗിച്ചു. ഇത് കുഴപ്പമില്ല, ഒരു വ്യക്തിയാ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രഫിദീം എന്ന് പറയുന്ന സ്ഥലം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം, രഫിദീം എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ മക്കളോട് ദൈവം പാളയം ഇറങ്ങാൻ പറയുന്നുണ്ട്. ഈ പാളയം ഇറങ്ങാൻ ദൈവം എവിടെ ആവശ്യപ്പെടുന്നുണ്ടോ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധമായ സൗഭാഗ്യങ്ങളെയും ദൈവം അവിടെ കോർത്തിണക്കും, അവിടെ കൊണ്ടു ചെന്നാക്കും. എന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറയും, നിങ്ങൾ ഇവിടെ പാളയം ഇറങ്ങണം. വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങിയ ഓരോ സ്ഥലവും നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഇസ്രായേൽ മക്കൾ എവിടെയെല്ലാം പാളയം ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവർക്ക് വേണ്ടതായ സർവ്വതിനെയും ക്രമീകരിച്ചു കൊടുക്കും. എന്നാൽ ഈ രഫിദീം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വസ്തു മാത്രമില്ല. എന്തായിരുന്നു പറയാമോ? വെള്ളമില്ല. ഈ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട് പാളയം ഇറങ്ങാൻ. ഇപ്പൊ നമുക്കറിയാം, ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സംഭവം, 40 ലക്ഷത്തോളം വരുന്ന മലയാളികൾ മരിച്ചടങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ ദേശത്ത് കിട്ടേണ്ട വെള്ളം
കിട്ടണം. അതിനുവേണ്ടി മാത്രം ഒരു സ്ത്രീയുടെ ഒരു പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അറിയത്തില്ല കേൾക്കുന്ന വ്യക്തികൾ, ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ഒരു അതിര് കടന്നതായ ആവേശത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ കേരളത്തിലെ ഏകദേശം 4 ജില്ലക്കാര് പേടിച്ചിരിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന വസ്തുവാണ് എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. കേരളം വെള്ളം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടും നിങ്ങളുടെ ഈ വാക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല, മുല്ലപ്പെരിയാർ പൊട്ടുന്നെങ്കിൽ ഞാൻ വേറെ ചെയ്തു കൊള്ളാം എന്നൊക്കെ പറയുന്ന വാക്കുകളെ ആ സ്ത്രീക്ക് കോർത്തിണക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ ജലത്തിന്റെ ആവശ്യകത അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ജലത്തിന് ആവശ്യമുള്ളവരായ ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആക്കിച്ചിട്ട് അവിടെ ദൈവം വെള്ളം കൊടുത്തില്ല. എന്നിട്ട് ദൈവം എന്നാ പറഞ്ഞു? ഇസ്രായേൽ മക്കള് മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞു? നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കയ്യിലിരിക്കുന്ന വടി എടുത്തുകൊണ്ട് ഇസ്രായേൽ മൂപ്പന്മാരിൽ 12 പേരെയും കൂട്ടി ഞാൻ നിൽക്കുന്ന പാറയുടെ അടിയിൽ വന്നിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ ഞാൻ നിൽക്കുന്ന പാറയെ അടിക്കണം. ഏതൊക്കെ മുഖാന്തരങ്ങളുണ്ടെന്ന് പറഞ്ഞേ? 12 മൂപ്പന്മാര്, ഞാൻ നിൽക്കുന്ന പാറ, മോശ. ഇതിലൊക്കെ രസകരമായ മുഖാന്തരമാണ് അടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിച്ച് ചിന്തിച്ച വിഷയമാണ്. ദൈവം തമ്പുരാൻ ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടി എന്താണെന്ന് ദൈവത്തിന് നല്ല വ്യക്തമാണ്. മോശ ആരായിരുന്നു? ആട്ടിടയനായിരുന്നു. ആട്ടിടയന്റെ കയ്യിലിരിക്കുന്ന വടി എന്തിനുപയോഗിക്കുന്ന വടിയാ? ആടിനെ മേയ്ക്കാൻ. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, നല്ല രീതിയിൽ ആടിനെ ഒരാഴ്ച അടിച്ചാൽ ആ വടി ഒടിഞ്ഞു പോവും. ഇനി ഈ വടി കൊണ്ട് എന്തോത്തിനെ അടിക്കാനാ പറഞ്ഞേ? പാറയെ അടിക്കാൻ. ഈ പാറയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ പാറയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. തീക്കൽ പാറയാ. തീക്കൽ പാറയുടെ പ്രത്യേകത എന്തുവാ? ഒരു തുള്ളി വെള്ളം അതിനകത്ത് ഇല്ല. ഒരു തുള്ളി വെള്ളം, ജലാംശം എന്ന് പറയുന്നത് ഈ പാറയ്ക്കകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അതിനെ തീക്കൽ പാറ എന്ന് വിളിക്കുന്നത്. ഈ തീക്കൽ പാറയെ ചെന്നിട്ട് വടി കൊണ്ടടിക്കാൻ ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിയുണ്ടെന്ന് സ്വയം വിശേഷിപ്പിക്കും ഇവിടെ നമ്മൾ ആരെങ്കിലും ആണെ പറഞ്ഞേനെ, തമ്പുരാനെ പണി കയ്യിലിരിക്കട്ടെ, ഞങ്ങൾക്ക് വെള്ളം തരണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. കാരണം ഹാഗാറിന് വെള്ളം കൊടുത്ത എവിടുന്നാ? ഭൂമിക്ക് അടിയിൽ നിന്ന് തനിയെ ഒരു ഉറവ് വന്നു, വെള്ളം കൊടുത്തു. ഏതൻ തോട്ടത്തിലും വെള്ളം കൊടുത്ത എങ്ങനെയാ? ഭൂമിക്ക് അടിയിൽ നിന്ന് മഞ്ഞ് വന്നു, ദേശത്തെ നനച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യാൻ വേണ്ടിയുള്ളതിന് പകരം, അല്ലെ ഇതിന് തൊട്ട് മുമ്പ് ഇവർ ഈ മന്നയൊക്കെ കണ്ടത്, അതുപോലെ എന്തെങ്കിലും പദ്ധതി ചെയ്യാനുള്ളതിന് പകരം ഈ ആടിനെ അടിച്ചാൽ ഒടിക്കുന്ന വടി കൊണ്ട് പാറയെ അടിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ മോശ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് മോശയ്ക്ക് വളരെ വ്യക്തമാണ്. ആ വടി കൊണ്ട് പാറയെ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, യാതൊരു സംശയമില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തും ഏലിയാവിനെ ആയിരുന്നാലും എലീശയായിരുന്നാലും പ്രവാചകന്മാരെ എല്ലാം തന്നെ ആയിരുന്നാലും ദൈവം മുഖാന്തരങ്ങളായിട്ട് ഉപയോഗിക്കുക, ദൈവത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുക. പരിശുദ്ധന്മാരായ പിതാക്കന്മാരെ പറ്റി അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്കി. കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം നമ്മൾ പറയും കന്യാമറിയാമിൻ്റെ വലിയ കാര്യമെന്ന് പറയും. ഞാൻ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനല്ല, കന്യാമറിയാമിൻ്റെ ശ്രേഷ്ഠത തന്നെയാണ് കാനാവിലെ കല്യാണത്തിന് അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് ഇടയായത്. എന്നാൽ അതിനേക്കാളും നിങ്ങൾ ആലോചിക്കണം, അവിടെ സാധാരണക്കാരായ വെള്ളം കോരിക്കൊടുക്കാനായിട്ട് നിന്ന തൊഴിലാളികളുണ്ട്. അവരെ ദൈവം മുഖാന്തരമായിട്ട് ഉപയോഗിച്ച, ഇല്ലെങ്കിൽ ആ കൽഭരണിക്കകത്ത് ജലം നിറയട്ടെ എന്ന് ദൈവത്തിന്റെ ഒരൊറ്റ വാക്ക് മതി അതിനകത്ത് വെള്ളം നിറയാൻ. അനുസരണയുള്ള വേലക്കാരെ ലഭിച്ചത് ദൈവം മുഖാന്തരമായിട്ട് ഉപയോഗിച്ചു. ഏറ്റവും അവസാനം, ഇത് ഒത്തിരി പറയാനായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാൻ കേട്ടത്, നമ്മൾ ഈ തിരുമേനിമാരുടെയൊക്കെ, പ്രത്യേകിച്ച് പരിമല തിരുമേനിയുടെയൊക്കെ കാപ്പായലൊക്കെ മുത്തുന്നത് അക്കാലത്തെ മണം അറിയാനെന്ന് പറഞ്ഞ വിദ്വാൻമാർ വരെ ഈ ലോകത്ത് ജീവനോടിരിപ്പുണ്ടെന്നുള്ള രസം. അതങ്ങനെയല്ലെന്ന് പറയാൻ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിക്കണം. 5 12 അധ്യായം. ഈ 2 അധ്യായത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിതാക്കന്മാരുടെ നിഴലും പിതാക്കന്മാരുടെ ഉത്തരീയവും റൂമാലും ചെയ്യുന്ന അത്ഭുതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പോകട്ടെ, ഏറ്റവും അവസാന പുസ്തകം വെളിപാട് പുസ്തകം. എനിക്ക് സമയം അധികമില്ലാത്തതിനാൽ വെളിപാട് പുസ്തകം ഞാൻ പറയും ദൈവം കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങളിൽ ഒന്നാണത്. എന്താ കാര്യം? വെളിപാട് പുസ്തകം ആർക്കുണ്ടായ വെളിപാടാ? യോഹന്നാൻ ഉണ്ടായ വെളിപാട്. ദൈവം ഈ യോഹന്നാനെ മാത്രമായി ഈ വെളിപാട് കാണിക്കാതെ ആകാശത്തിലോട്ട് ഈ വെളിപാട് അങ്ങ് കാണിച്ചിരുന്നെങ്കിൽ അന്ന് ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ ഈ വെളിപാട് എന്തോ ചെയ്തേനെ? കണ്ടേനെ. ദൈവം തമ്പുരാൻ അങ്ങനെയല്ല ചെയ്ത്. ദൈവം യോഹന്നാനെ ഉപയോഗിച്ചു.
ദൈവം യോഹന്നാൻ സ്ലീഹായെ ഉപയോഗിച്ചു. എന്നിട്ട് അവനിൽ കൂടി ലോകത്തിന് പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ സ്വർഗീയ യെരൂശലേമിന്റെ ചിത്രം അവന് കാണിച്ചു കൊടുത്തു. അത് വായിച്ച് നാം പഠിക്കുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം തമ്പുരാൻ ഉപയോഗിച്ച മുഖാന്തരമാ ഈ മുഖാന്തരം. പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവം ഉപയോഗിച്ച മുഖാന്തരമാ, യാതൊരു സംശയമില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഓർമ്മയിലേക്ക് വരേണ്ടിയ ശക്തമായ ഒരു ചിന്തയുണ്ട്. എന്നെ ഇവിടെ പരിമലക്കാർ പല പ്രാവശ്യം, ഒരു വർഷത്തിൽ അല്ലെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ പരിമലയെ കാണുന്ന ഒരാളാണ്. എല്ലാ പരീക്ഷകൾക്ക് മുമ്പും ഞാൻ ഈ പരിമല വന്നിട്ടുണ്ട്. എല്ലാ റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോഴും കഴിവതും ഞാൻ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ തന്നെയാണ് പറയുന്നത്, ജയം നൽകുന്നത് ആരാണ്? ദൈവമാണ്. ജയം നൽകുന്നത് ദൈവമാണ്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ജയത്തെ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കാനായിട്ട് ചില മുഖാന്തരങ്ങൾ ആവശ്യമാണ്. എൻ്റെ വാക്ക് ശക്തമായി നിങ്ങളുടെ അടുക്കലേക്ക് കേൾപ്പിക്കുന്നത് ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ടാണ്. പക്ഷെ ഈ മൈക്രോഫോൺ ഉപയോഗിച്ചാലും ഈ മൈക്രോഫോൺ ഈ കാണുന്ന കോഡ് ശക്തമായതുകൊണ്ടാണ് ആംപ്ലിഫയറിൽ കൂടി ഈ ശബ്ദം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത്. ഇതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചതാണ് പരിശുദ്ധന്മാരായ പിതാക്കന്മാരെ. അതുകൊണ്ട് ആമുഖവാക്കുകൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു: അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട്. ഇനി അടുത്ത ഭാഗം, രണ്ടാമത്തെ ഭാഗം, അവന്റെ യജമാൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കാത്ത വാചകങ്ങളാണ്, രണ്ട് വാക്കുകളാണ്. ഈ രണ്ട് വാക്ക് ഇങ്ങനെ ചേർന്നിരിക്കാൻ വലിയ പ്രയാസമാണ്. മഹാനും മാന്യനും, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗുഡ് എന്നും ഗ്രേറ്റ് എന്നും പറയും. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആരാവാനാ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മഹാന്മാരാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്കൂളിലെ അധ്യാപകനാണ്. ആ സമയത്ത് എനിക്കറിയാം, ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്ന കുഞ്ഞുങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങൾ ഒരിക്കലും മാന്യന്മാരുടെ ചരിത്രങ്ങളല്ല, മഹാന്മാരുടെ ചരിത്രങ്ങളാണ്. വലിയ മഹത് കാര്യങ്ങൾ ചെയ്ത് മഹത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ചരിത്രങ്ങളാണ് എടുക്കുന്നത്. എന്താകാനാണ്? അവരൊക്കെ മഹാന്മാരാകാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിലെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും കുഞ്ഞുങ്ങളെ മഹാന്മാരാക്കണ്ടായിരുന്നു. പകരം എന്താക്കിയാൽ മതിയായിരുന്നു? മാന്യന്മാരാക്കിയാൽ മതിയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവര് മഹാന്മാരായിക്കൊള്ളും എന്നുള്ള വിശ്വാസം. 52 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു പിതാവ് മഹാനായിട്ടല്ല, മാന്യനായിരുന്നു. ജീവിതത്തിൽ ഉടനീളം ആ മാന്യത കൈവിടാതെ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം മഹാനാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങൾ എത്ര പറഞ്ഞാലും ചില ആളുകൾക്ക് ഇത് മനസ്സിലാകില്ല. ഞാൻ ഉൾപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാകില്ല. എന്താ കാര്യം? നമ്മുടെ ഈ മാമോദീസ കൂദാശ എന്ന് പറയും. ആ കൂദാശയ്ക്ക് അച്ഛന്മാർ പറയും, കുഞ്ഞുങ്ങളെ തലത്തൊട്ട് എടുക്കുന്ന സമയത്ത് തലത്തൊടുന്ന അപ്പൻ കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കണം. അതിനകത്ത് എന്തോ ഇട്ടിരിക്കണം. അതിനകത്ത് എന്തോ ഇടുന്നേ? ഇവിടെ മാമോസ് നടന്നിട്ടില്ലേ? ഞാൻ ഓർത്തഡോക്സുകാരുടെ അല്ലേ പ്രസംഗിക്കുന്നേ? വെള്ളത്തുണി. ഇച്ചിവിടെ മുമ്പോട്ട് പോയാലോ, ഒരു 10-20 വർഷം കൂടെ അങ്ങ് പുറകോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും? നേരിയതായിടുന്നത്. അത് പുതിയ നേരിയത് കടയിൽ നിന്ന് മേടിച്ചാന്നോ? കോട്ടയത്തോട്ട് പോയാൽ കവണി എന്ന് പറയും. ഇവിടെ നമ്മൾ നേരിയതെന്നൊക്കെ പറയും. ഇത് പുതിയ നേരിയതാണോ? ഇല്ല, അമ്മച്ചി ഉപയോഗിച്ചിട്ട് തുളയൊക്കെ വീണാ നേരിയതാ. ഈ നേരിയതെടുത്ത് ഇങ്ങനെ വിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കുഞ്ഞിനെ അതിനകത്തോട്ട് എടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? പാരമ്പര്യത്തിലേക്കാ, അമ്മച്ചിയുടെ പാരമ്പര്യത്തിലേക്ക്, അമ്മയുടെ മടിത്തട്ടിലേക്ക് ഈ കുഞ്ഞിനെ ഇട്ടു കൊടുക്കുക. ഇന്ന് അതങ്ങ് മാറി. അച്ഛൻ ഇങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് വരുമ്പോഴാ അമ്മ വല്യപ്പൻ്റെ വല്യമ്മയുടെ കയ്യിൽ ഒരു സാധനം ഇങ്ങനെ വിരിച്ചിട്ടിരിക്കും. എന്താണെന്നറിയാമോ? ടർക്കി. ആ ടർക്കി ആണേലും കുഴപ്പമില്ല. അച്ഛൻ എടുത്തുകൊണ്ട് വരുമ്പോഴാ അച്ഛൻ പേടിച്ചു പോകും. പുലി വാ തുറന്നിരിക്കുന്ന പടവ. കൊച്ചിനെ എങ്ങോട്ടാ വെക്കുന്നത്? പുലിയുടെ വായിലോട്ട്. കൊച്ചു വളർന്നു വരുന്നത് എന്തോ ആയിട്ടാ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തമാശയാണ്. സംശയമില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് പുലിക്കുഞ്ഞുങ്ങളായിട്ടാ. വലിച്ചു കീറാൻ വേണ്ടി, അപ്പനെയും അമ്മയും വലിച്ചു കീറാൻ വേണ്ടി ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളാ. ഒരു ഭവനത്തിൽ ഞാൻ പോയത് ഞാൻ ഓർക്കുന്നു. ആ ഭവനത്തിലെ വൈകുന്നേരം 2 തവണ വിളിച്ചു. 2ാം തവണയാണ് ഞാൻ ആ ഭവനത്തിൽ പോയത്. ആ ഭവനത്തിൽ ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച, ഒരുപക്ഷെ ഞാനിത് പരിമലയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടതായിരിക്കാം. ഒരു കൈ ഒടിഞ്ഞിരിക്കുന്ന മകൻ, 13 വയസ്സുള്ളവൻ, അവൻ്റെ അമ്മയുടെ തലമുടിക്ക് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് ഈ കൈ കൊണ്ട് അമ്മയുടെ തലക്കിട്ട് അടിക്കുക, പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്ന കൈ കൊണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, whether you want to become your child a good child or a great child, നിങ്ങളുടെ കുഞ്ഞിനെ മഹാനാക്കണോ അതോ മാന്യനാക്കണോ?
മഹാനാക്കിക്കോ, പ്രയോജനപ്പെടത്തില്ല. വേറെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. മാന്യനാക്കിക്കോ, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു കാലഘട്ടത്തിൽ എന്നെങ്കിലും ഈ കുഞ്ഞു തിരിഞ്ഞു വന്ന് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നൊന്ന് നോക്കും. ഇല്ലെങ്കിൽ അങ്ങ് പോവും. ചിലപ്പം പരുന്തുംകാലിലായിരിക്കും. ചിന്തയിലേക്ക് വരട്ടെ. whether you want to become your child a good child or a great child, മഹാനാക്കണോ അതോ മാന്യനാക്കണോ? നയമാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഇത് രണ്ടും ഒരുപോലെ ചേർന്നു. മഹാനുമായിരുന്നു, മാന്യനുമായിരുന്നു. പിതാക്കന്മാരുടെ ജീവിതങ്ങളെല്ലാം അപ്രകാരം സന്നിവേശിക്കുന്നവരാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായാൽ അത് വലിയ കാര്യം. വേണ്ട എന്ന് ഞാൻ പറയുകയില്ല. രണ്ടും ചേർന്ന് വരട്ടെ. മഹാന്റെ ഭാവവും മാന്യന്റെ ഭാവവും ഒത്തുവരണം. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായി. വീണ്ടും ഇത് രണ്ടും ചേർന്നിരിക്കാൻ വലിയ പ്രയാസമാണ്. പരാക്രമശാലിയും കുഷ്ഠരോഗിയും ഇങ്ങനെ ചേർന്നിരിക്കാൻ വലിയ പ്രയാസമാണ്. എന്നതാ പരാക്രമശാലിയും കുഷ്ഠരോഗിയും ചേർന്നിരിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ? പരാക്രമശാലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്നതാ പരാക്രമശാലി എന്ന് പറഞ്ഞാൽ? ഏത് സമയത്തും ആയുധം വഹിച്ചുകൊണ്ട് തൻ്റെ ശത്രുവിനെതിരെ ശക്തമായി പോകുവാനും തൻ്റെ ജീവനെ വില കൽപ്പിക്കാതെ ശത്രുവിനോട് പോരാടുവാനും കഴിവുള്ളവനാണ് പരാക്രമശാലിയായവൻ. എന്നാൽ എന്നതായി കുഷ്ഠരോഗി? കുഷ്ഠരോഗിയുടെ പ്രത്യേകത കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം. അവയവങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് ഇറുന്നു പോയേക്കാം. നയമാന്റെ കാര്യത്തിൽ അവയവങ്ങൾ ഇറുന്നു പോയിട്ടില്ല. അവയവങ്ങൾ ഇറുന്നു പോയിട്ടില്ലെങ്കിലും എല്ലാ പാരമ്പര്യങ്ങളിലും ഒരു വളരെ ശക്തമായ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരാൾക്ക് കുഷ്ഠം ബാധിച്ചാൽ അവൻ എവിടെ പോകണം? പാളയത്തിന് പുറത്തു പോകണം. പാളയത്തിന് പുറത്തു നിൽക്കേണ്ടിയ നയമാൻ പാളയത്തിന് അകത്ത് വന്നത് വൈരുദ്ധ്യമാണ്. ചേർന്നിരിക്കത്തില്ല. പരാക്രമശാലിയാകാൻ അവനെ സഹായിക്കത്തില്ല. പാളയത്തിന് പുറത്തു നിൽക്കേണ്ടിയവൻ സൈന്യത്തിലെ അംഗമായത് പിന്നെയും വൈരുദ്ധ്യമാണ്. പാളയത്തിന് പുറത്തു നിൽക്കേണ്ടിയവൻ സർവ്വ സൈന്യാധിപനായത് വീണ്ടും വൈരുദ്ധ്യമാണ്. പാളയത്തിന് പുറത്തു നിൽക്കേണ്ടിയവൻ പരാക്രമശാലിയായി ശത്രുവിന് നേരെ പോകുന്നത് വീണ്ടും വൈരുദ്ധ്യമാണ്. നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ അച്ഛ ഇപ്പം ഈ 60 വയസ്സായ അപ്പച്ചിമാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ ചെന്നാൽ പറയും, എൻ്റെ അച്ഛ ഇപ്പം അങ്ങ് മറവിയാ, ഞങ്ങളെ കൊണ്ടൊന്നിനും ഇനി കൊള്ളിക്കത്തില്ല. അപ്പോഴാണ് നയമാൻ പറയുന്നത്, എനിക്ക് ഒത്തിരി കുറവുണ്ട്, ഈ ലോകം മുഴുവൻ എന്നെ ഇങ്ങനെ തള്ളി മാറ്റിക്കളഞ്ഞ, പക്ഷെ ഞാൻ പരാക്രമശാലിയായി തീർന്നു, എനിക്ക് ശക്തിയുമായി മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. 40 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളെടുക്കെ ചെന്ന് ചോദിച്ചാൽ അവർ പറയും, അച്ഛാ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു മൂഡില്ല. മൂഡ് എവിടെ പോയി? എങ്ങും പോയതല്ല. ഇതിനെല്ലാം ഒരു അടിസ്ഥാനമാണുള്ളത്, ഒറ്റ അടിസ്ഥാനമുള്ള. അത് ഞാൻ ആദ്യം പറഞ്ഞു. യഹോവ അരാമിന് ജയം നൽകി. ദൈവം എൻ്റെ കൂടെയാണ് എങ്കിൽ ഇനി എന്നെ ആരെല്ലാം എവിടെ തള്ളിക്കളഞ്ഞാലും ആ തള്ളിക്കളയുന്നവർ തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുതരും. ഇവിടെ ഇരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഒരു 5-10 വർഷം മുമ്പ് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ ദൈവത്തെ വിളിച്ച് ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളെ തന്നപ്പം ഇന്ന് നിങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ ഒത്തിരി ആളുകളുണ്ട്. ഇനി ആരെങ്കിലും നിങ്ങൾക്ക് സ്വന്തമെന്നില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുമ്പം ഈ ആളുകളെല്ലാം വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഇഷ്ടം പോലെ ഉദാഹരണം അതിനില്ലേ? തെളിയിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവചരിത്രം നല്ലപോലെ എടുത്ത് പരിശോധിച്ചാൽ പോരെ? എത്രയെത്ര ഭവനങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത പല ആളുകളും ഇന്ന് സ്വന്തക്കാരെ കണ്ടുപിടിക്കാനായി വീടുകളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം എന്താ? ഒരു കാലത്ത് നമ്മളൊക്കെ കണ്ണുനീരൊഴുക്കിയിരുന്ന് പ്രാർത്ഥിച്ചത് ദൈവം കേട്ടുന്ന അനുഗ്രഹത്തെ നൽകിയോണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തെ വിട്ട് വേണ്ടതാനും പോകട്ടെ. പരാക്രമശാലിയും കുഷ്ഠരോഗിയുമായിരുന്നു. ഇനി അടുത്ത വാചകത്തിലാണ് ഈ അവൾ ആരാണെന്ന് പറയുന്നത്. വാക്യം ഇങ്ങനെയാണ്: അരാമ്യർ കവർച്ചപ്പടയായി ചെന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പം എന്നെ പറ്റി ഈ അച്ഛൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ വീട് എവിടാന്ന് പറഞ്ഞു, എൻ്റെ ജോലി എന്തൊക്കെയാന്ന് പറഞ്ഞു, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിച്ചു താഴ്ത്താൻ പറ്റിയ പ്രത്യേകതകളാണ്, താഴോട്ട് തള്ളിയിടാൻ പറ്റിയ പ്രത്യേകതകളാണ് ഈ പെൺകുട്ടിയെ പറ്റി എടുത്ത് പറയുന്നത്. എന്നാലും ഈ പെൺകുട്ടിയുടെ വാചകം പറയാതെ ഈ എഴുത്തുകാരന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത്ര ശക്തമായ വാചകം. ഇനി ആ 5 പ്രത്യേകതകൾ, ഈ 2ാമത്തെ വാക്യത്തിൽ 5 പ്രത്യേകത. 1, അരാമ്യർ കവർച്ചപ്പടയായി ചെന്നപ്പോൾ
പിടിച്ചുകൊണ്ടുവന്ന പെൺകുട്ടി, അതായത് അടിമ പെൺകുട്ടി. 2, ഇസ്രയേൽ ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഇസ്രയേൽ ദേശക്കാരിയായ പെൺകുട്ടി. 3, ഒരു പെൺകുട്ടി. 4, ഒരു ചെറിയ പെൺകുട്ടി. 5, നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വരുന്നു. 5 ശ്രദ്ധിച്ചു കാണുന്നു എന്റെ വിശ്വാസം. 1, ആരാമ്യർ കവർച്ചപ്പെട്ട് ചെന്നപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന പെൺകുട്ടി അല്ലെങ്കിൽ അടിമ പെൺകുട്ടി. 2, ഇസ്രയേൽ ദേശക്കാരിയായ പെൺകുട്ടി. 3, ഒരു പെൺകുട്ടി. 4, ഒരു ചെറിയ പെൺകുട്ടി. 5, നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ 5 പ്രത്യേകത അല്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഒന്നാമത്തെ നമുക്കറിയാം, അടിമ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. എ സ്ലേവ് ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം എ സെർവന്റ് എന്ന് പറയും. ഒരു വേലക്കാരത്തി എന്ന് പറയുന്നത് അടിമയിൽ നിന്ന് വ്യത്യസ്തയാണ്. എന്താ വേലക്കാരത്തിയുടെ പ്രത്യേകത? യജമാനന് വേലക്കാരത്തെ വിളിക്കാം. വേലക്കാരത്തെ വിളിക്കുമ്പോൾ വേലക്കാരത്തി പറയും, എൻ്റെ അച്ഛാ ഇന്ന് സമയമൊന്നുമില്ല, നാളെ വേണമെങ്കിൽ ഒരു വണ്ടി വിട്ട് രാവിലത്തെയും വൈകിട്ടത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണവും തന്ന് ഇത്ര രൂപയും തരാമെങ്കിൽ വേണമെങ്കിൽ വരാം. ഇതാണ് വേലക്കാരത്തെ പ്രത്യേകത. എന്നാൽ അടിമയുടെ പ്രത്യേകത അതല്ല. എപ്പോഴെല്ലാം യജമാനൻ ആവശ്യപ്പെടുന്നോ അപ്പോഴെല്ലാം അടിമ തയ്യാറായിരിക്കണം. അടിമയ്ക്ക് വിശപ്പുണ്ടോ, ക്ഷീണമുണ്ടോ, ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊന്നും യജമാനൻ അറിയണ്ട. അതുകൊണ്ടാണ് കർത്താവ് ശമ്പരാന്റെ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. വേലക്കാരത്തി എന്നല്ല പറഞ്ഞേ, ഇതാ ഞാൻ കർത്താവിന്റെ വേലക്കാരത്തി എന്നല്ല പറഞ്ഞേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ അടിമ. ആ ബോധ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നാമത്തേത് വലിയ നല്ല കാര്യമൊന്നുമല്ല, അടിമ. രണ്ടാമതേത് ഇസ്രയേൽക്കാരത്തിയായ പെൺകുട്ടി. ഇന്ന് നമുക്കൊക്കെ രസമാണ് ഇങ്ങനെ യെരുശലേമിൽ പോയി കാണാനും ഇസ്രയേൽ ദേശം കാണാനും അതിനുവേണ്ടി കുറെ ആളുകൾ ഉണ്ടാകാനും അതിന്റെ ഫലമായി കുറെ കമ്മീഷൻ ഉണ്ടാക്കാനും ഒക്കെ. വേണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല, ആ പേരിലെങ്കിലും കുറച്ച് പേര് പോയി കാണുന്നത് നല്ലത് തന്നെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രയേൽ അല്ല അന്നത്തെ യെരുശലേം. എന്നതാ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കി, അടിമയായി അവിടുന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് വരിക. അങ്ങനെ വരുമ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞ ദൈവം നമ്പുരാൻ കുടുംബം കുളം തോണ്ടി വെച്ചേക്കുന്ന അവസ്ഥ. ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഈ അമ്മായിമ്മമാര്, അമ്മായിമ്മമാര് ദേഷ്യം കൂടി വരുമ്പോൾ മരുമക്കളോട് പറയുന്നൊരു കാര്യം, അല്ലേലും ഞങ്ങൾക്ക് അറിയാറുണ്ട് നിന്റെ കുടുംബം എന്ന് കുളം തോണ്ടി വെച്ചേക്കുന്ന കുടുംബമാണെന്ന്. അവിടുന്ന് നീ ഇങ്ങോട്ട് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലേ. ഇവിടെ ചിലരൊക്കെ ചിരിക്കുന്നു, അവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും, വല്ല പക്ഷേ കേട്ടിട്ടുള്ളതായിരിക്കും, ഏതും ആയിക്കൊള്ളട്ടെ. രണ്ടാമത്തെ പ്രത്യേകതയല്ല. മൂന്നാമത്തേത് ഒരു പെൺകുട്ടി. നമുക്കറിയാം ഈ അച്ചായന്മാര്, അല്പം മൂത്ത് നിൽക്കുന്ന അച്ചായന്മാർ പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങൾ കുടുംബത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആണുങ്ങളാ, പെണ്ണുങ്ങൾ അതിനകത്ത് കയറി തലയിടരുത്. അതുകൊണ്ട് ഈ പെൺകുട്ടി എന്ന് പറയുന്ന അല്ലെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ഒരെണ്ണത്തിലും ഏത് മതവും ആയിക്കൊള്ളട്ടെ, അത് ക്രൈസ്തവ മതം മുതൽ ഇങ്ങോട്ട് ഏത് മതവും എടുത്തു നോക്കിയാലും ആദ്യകാലങ്ങളിലൊന്നും സ്ത്രീകൾക്ക് അധികം പ്രാധാന്യം ഇല്ല. അത് ചില വർണ്ണ വ്യത്യാസങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറയുന്നതും വലിയ പ്രത്യേകതയല്ല. പിന്നെ എന്നതാ ചെറിയ പെൺകുട്ടി. ഈ ചെറുതെന്ന് പറയുന്നതും വലിയ പ്രാധാന്യമല്ല. കാരണം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം തീർക്കുന്ന ആരുടെ മണ്ടയ്ക്ക? പിള്ളേരുടെ മണ്ടയ്ക്ക. എന്നിട്ട് നമ്മളൊരു വാചകോടെ പറയും, ഈ തല്ലെല്ലാം കൊള്ളുന്ന പിള്ളേരുടെ അടുത്ത് നമ്മൾ പറയണത്, ഞങ്ങളുടെ മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പിള്ളേർ കയറി തലയിടരുത്. അപ്പൊ നാലാമത്തെയും പ്രത്യേകതയല്ല. അഞ്ചാമത്തേത് നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷയും. സ്വന്തം പിതാവിന്റെ ചെരുപ്പ് പെരക്കകത്ത് നിന്ന് എടുത്ത് പുറത്തിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ ഹാൻഡ് ഗ്ലൗസ് അന്വേഷിക്കുന്ന മക്കളുടെ കാലഘട്ടം. കയ്യിൽ അഴുക്ക് പറ്റുമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് ഹാൻഡ് ഗ്ലൗസ് ഉപയോഗിച്ച് അപ്പന്റെ ചെരുപ്പ് തൂക്കിയെടുത്ത് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ തയ്യാറാവുന്ന മക്കളുടെ കാലഘട്ടം. സന്മനസ്സോടെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും 4 ലക്ഷത്തോളം 4000-ഓളം അങ്ങാണ്ട് വരുന്ന വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ടാകത്തില്ല. എത്രയാണെന്ന് അതിൻ്റെ കണക്ക് എന്തോ ഒരു 4-മായി ബന്ധപ്പെട്ടാണെന്നറിയാം, എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാകത്തില്ല. ശുശ്രൂഷ ചെയ്യാൻ ആരെക്കൊണ്ടും സാധ്യമല്ല ശുശ്രൂഷ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ 5 പ്രത്യേകതകളല്ല. ഇത്രയുമുള്ള അധപ്പതനം എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 കാര്യങ്ങളുള്ള ഈ പെൺകുട്ടി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു പറഞ്ഞു. 4 കാര്യങ്ങൾ അല്പസമയം കൊണ്ട് ചിന്തിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. ഒന്നാമത്തെ പ്രത്യേകത, മറ്റുള്ളവരുടെ വേദന കണ്ട് അതിനോട് മനസ്സലിഞ്ഞ് അതിനു വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. മറ്റുള്ളവരുടെ വേദന കണ്ട് അതിനോട് മനസ്സലിഞ്ഞ് അതിനു വേണ്ടത് ചെയ്തു കൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഈ 3 വാക്യവും പ്രാധാന്യമാണ്. മറ്റുള്ളവരുടെ വേദന കാണണം, അതിനോട് മനസ്സലിയണം, അതിനു വേണ്ടത് ചെയ്തു കൊടുക്കണം.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റുള്ളവരുടെ വേദന കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ? വേദന കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ? ആണ്. ഉദാഹരണം പറയാം. കോട്ടയം താഴത്തങ്ങാടിയിൽ ബസ് മറിഞ്ഞു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത ഇങ്ങനെ: രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. കാരണം എന്തായിരുന്നു? വാഹനങ്ങളില്ലാഞ്ഞിട്ടാണോ? രക്ഷാപ്രവർത്തകരില്ലാഞ്ഞിട്ടാണോ? അല്ല, കാഴ്ചക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. രക്ഷാപ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ തടസ്സപ്പെട്ടുകൊണ്ട് കാഴ്ചക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് മറിഞ്ഞു, അവിടെയും മരണമുണ്ടായി. അതിൻ്റെയും പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്ത ഇങ്ങനെയായിരുന്നു: രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു. അതിൻ്റെ കാരണം രക്ഷാപ്രവർത്തകരില്ലാഞ്ഞിട്ടല്ല, കാഴ്ചക്കാരുടെ എണ്ണം കൂടുതലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ടി വി തുറന്നു കഴിഞ്ഞാൽ ഇച്ചിരി സെന്റിമെന്റലായിട്ടുള്ള ആക്സിഡന്റൽ സീൻ ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? എന്തിനാ? ഗദ്ദാഫിയുടെ നേർക്ക് നിറയൊഴിച്ചിരിക്കുന്ന സൈറ്റ് യൂട്യൂബിൽ കാണാൻ വേണ്ടി 40 ലക്ഷത്തോളം ആളുകൾ ശ്രമിച്ചേ. വെറും ചുരുക്കം ദിവസത്തിനുള്ളിൽ 40 ലക്ഷത്തോളം ആളുകൾ ഗദ്ദാഫി മുറിഞ്ഞു കിടക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചവരാ. നമുക്കൊക്കെ ഉണ്ട് ഈ പറയുന്ന നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലെ പുരോഹിതനായിരുന്നാലും ലേവ്യനായിരുന്നാലും കാണാതൊന്നുമല്ല പോയത്, കണ്ടു. രണ്ടാമതായിട്ട് ഞാൻ പറയും, അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കാണണം. രണ്ടാമതായിട്ട് അതിനോട് മനസ്സലിയണം. നമ്മൾക്ക് ഇന്നില്ലാതെ പോയേക്കുന്ന ഒരു സംഭവം അതാ. എവിടെയോ ഈ മനസ്സലിവില്ല, എവിടെയോ ഈ മനസ്സലിവില്ല. ഞങ്ങൾ ഈ അച്ഛന്മാർക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. അത് ഈ അച്ഛൻ സകരാജിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, അച്ഛനൊക്കെ ഒത്തിരി ആത്മാർത്ഥമുണ്ട്. ഒരു പള്ളിയുടെ ചുമതല കൊടുത്താൽ പിന്നെ ആ പള്ളിയിൽ അങ്ങ് താമസിച്ചിട്ട് ആ പള്ളിയിലെ വീടുകളൊക്കെ 2 ആഴ്ച കൊണ്ടും കയറി തീർക്കും. ഞാൻ ശ്രമിച്ചിട്ട് ഇപ്പം ഞാൻ ഏകദേശം 8 മാസമായി ഒരു പള്ളിയുടെ ചുമതല കിട്ടിയിട്ട് ഇതുവരെ എല്ലാ വീടും കയറി തീർക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ അച്ഛന്മാർ ഒരു വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിൽ മറിയമ്മാമ ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്. മറിയമ്മാമ എടുത്ത് ചോദിച്ചു, അമ്മാമ എന്നാ പറ്റി? അതച്ഛാ, ഞാൻ ബാത്റൂമിലൊന്ന് കയറി തെന്നി വീണു, കാലൊന്നൊടിഞ്ഞു. ശരി, അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് സൗഖ്യമാവട്ടെ, ഞാനും പ്രാർത്ഥിക്കാം. അമ്മാമ്മയും പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത വീട്ടിലെ ശോശാമ്മാമ്മയുടെ വീട്ടിലോട്ട് ചെന്നു. ശോശാമ്മാമ്മയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ശോശാമ്മാമ്മ ഒരു ചോദ്യം. ഇവിടെ 2 പേരും അയലോക്കത്ത് താമസിക്കുന്നുണ്ട്, എന്നോട് ശത്രുത തോന്നല്ല, ഞാനൊരു കഥ പറയുക. ശോശാമ്മാമ്മ ഒരു ചോദ്യം: അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ പോയായിരുന്നു? പോയായിരുന്നു. എന്നാ ഉണ്ട് അച്ഛാ വിശേഷം? അച്ഛൻ തിരിച്ചു മറുപടി പറഞ്ഞു, കഷ്ടമായിപ്പോയി, മറിയമ്മാമ്മയുടെ കാലൊടിഞ്ഞ് കിടക്കുക. അപ്പോൾ ശോശാമ്മാമ്മ തിരിച്ചൊരു മറുപടി: എന്നാ അച്ഛാ ഇത്ര കഷ്ടം? കാലൊടിഞ്ഞ് കിടക്കുന്ന കഷ്ടമല്ലേ? അപ്പം ശോശാമ്മാമ്മ തിരിച്ചു പറഞ്ഞു, അച്ഛാ ഒരു കഷ്ടവും ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? അച്ഛൻ അറിയാമോ, എൻ്റെ ഭർത്താവ് വിദേശത്താ, ഞാൻ അവൾക്കെതിരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് അവൾ എന്നെ പറ്റി എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയെന്നറിയാമോ? രണ്ടാമതായിട്ട് എൻ്റെ അതിരുകല്ല് എത്ര പ്രാവശ്യം എൻ്റെ അയലോക്കത്തേക്ക് വീണ്ടും വീണ്ടും അടുത്തടുത്ത് വന്നു എന്നറിയാവോ? അതും ഞാനങ്ങ് ക്ഷമിച്ചാ. എൻ്റെ അപ്പച്ചൻ ഈ പ്രാവശ്യം ഞാൻ പോയിട്ട് വന്നപ്പം അപ്പച്ചൻ വളർത്തി വലുതാക്കിയ 2 കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടിയിലാക്കി എൻ്റെ ഈ കൂടെ കന്നുവിട്ട കൂട്ടിനകത്ത് ഞാനിവിടെ കൊണ്ടിട്ട് വളർത്തി. എൻ്റെ കോഴിക്കുഞ്ഞിൽ ഒരെണ്ണം അവിടെ അയ്യത്തോട്ട് കയറിയെന്നാ പറയുന്നേ. അവൾ പറയുന്നത് അവിടെ ഇഞ്ചിപ്പണം മാന്തിയെന്നാ. എൻ്റെ കോഴിക്കുഞ്ഞിന് മാന്താൻ പോലും അറിയത്തില്ല. അങ്ങനെയുള്ള എൻ്റെ കോഴിക്കുഞ്ഞ് അവളുടെ അയ്യത്ത് കയറി ഇഞ്ചിപ്പണം മാന്തി. തിരിച്ച് എൻ്റെ അയ്യത്ത് വന്നപ്പം കോഴിക്കുഞ്ഞിൻ്റെ കാല് ഒടിഞ്ഞിരിക്കുന്നു. കണ്ടോ കിടക്കുന്ന കിടപ്പ്? തമ്പുരാൻ കൊടുത്ത, തമ്പുരാൻ്റെ പണി ഇതല്ലേ? തമ്പുരാൻ നമ്മളിങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കുക. ഇതല്ല. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ അതിനോട് മനസ്സലിയാ വേണ്ടിയത്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതും വേദനിപ്പിച്ചതും വൃത്തികെട്ടതുമായ ഒരു രംഗം ഞാൻ പറയാം. മനഃശാസ്ത്രം കൂടെ പഠിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നമ്മൾ മരണ വീട്ടിൽ പോവും. മരണ വീട്ടിൽ പോയി അവിടെ നിന്ന് നമ്മളൊക്കെ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ചില സമയത്ത് അവിടെ നിന്ന് ദേവാലയത്തിലോട്ട് കൊണ്ടുവരും. അന്നേരവും ഈ ആളുകളെല്ലാം അവിടെ വരും. ആളുകളെല്ലാം അവിടെ വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, വീട്ടിൽ വെച്ച് ഈ ബോഡി കണ്ട ആളുകൾ തന്നെ, മൃതദേഹം കണ്ട ആളുകൾ തന്നെ ഈ ബോഡി ഇങ്ങനെ വെച്ച് കഴിയുമ്പം ഇതിന് ചുറ്റും ഒന്ന് ഓടിക്കൂടും. ഇനി നിങ്ങൾ പറ, ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണാനാണോ ഇവർ ഓടി വരുന്നത്? അല്ല, മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അടുക്കലിരിക്കുന്ന ആളുകൾ എങ്ങനെയാ കരയുന്നതെന്ന് കാണാനാ. അതുകൊണ്ട് ആ തിരിച്ചു പോകുമ്പോൾ ഒരു മറുപടി പറയും, അവിടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ല. ഇത് പറയുന്നതിന്റെ കാരണം ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ വേദന കാണാനുള്ള ഇഷ്ടം കൊണ്ടാ. അതും കഴിയട്ടെ, അവിടെ നമ്മളും കരയൊന്ന് കൂട്ടിക്കോ. ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ സ്വന്തം ഭാര്യയെക്കാട്ടിൽ കണ്ണുനീര് ഈ സ്ത്രീക്കാണല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോകട്ടെ, അവിടെ നിന്ന്
ഈ ബോഡി അച്ഛൻ പറയും ഇനി ഇത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കണ്ണുനീരൊഴുക്കിയ ഒരു വ്യക്തികളും ഈ ബോഡിയുടെ കൂടെ സെമിത്തേരിയിലോട്ട് വരത്തില്ല. പകരം എങ്ങോട്ട് പോവും? പാക്കറ്റ് മേടിക്കാൻ ഓടും. അവിടെയാ പിന്നെ അതിനേക്കാളും ശക്തമായ ഇടി. വ്യക്തമായി ഞാൻ പറയട്ടെ, ഇത് വിഷമത്തിൻ്റെതല്ല. സൈക്കോളജിയിൽ സിമ്പതി, എമ്പതി എന്ന് പറയുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് ചുമ്മാ പ്രകടിപ്പിക്കുന്ന കണ്ണുനീര്, മറ്റേതൊന്ന് ഹൃദയത്തിൽ തട്ടിയ കണ്ണുനീര്. മറ്റൊരാളുടെ വേദന കണ്ടാൽ അതിനോട് മനസ്സലിയണം. ഞാൻ പറയും, ദയവ് ചെയ്ത് എൻ്റെ വാക്കൊരല്പമെങ്കിലും കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ TV-യിലെ ഇടി എന്ന് പറയുന്ന ചാനലുണ്ട്, ഈ റസ്ലിംഗ് ചാനൽ കാണിക്കരുത്. റസ്ലിംഗ് ചാനൽ കാണിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. അവിടെ നിങ്ങൾ രക്തമൊഴുകി കിടക്കുന്ന കണ്ടാൽ പോലും അവരുടെ ഹൃദയം അലിയത്തില്ല. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇടിച്ച് വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. ഒരുത്തൻ മറ്റൊരാളെ ഇടിച്ച് വേദനിച്ചിട്ട് ആ ആള് ഇടി കൊണ്ട ആള് താഴെ വീഴുകയും ഇടി കൊടുത്ത ആള് ജയിക്കുകയും ചെയ്യുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ കൈയടിക്കും. അത് ഇന്ന് TV-യിലാണെങ്കിൽ നാളെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജീവിതത്തിലാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ പത്രദ്വാര വായിക്കുന്ന, ഞാൻ എൻ്റെ സ്കൂളിൽ കണ്ടതാ, ചെവിയൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ചെടുക്കാൻ ഒരു കുഞ്ഞിനും ഒരു വിഷമവും തോന്നത്തില്ല. എന്താ കാര്യം? നമ്മൾ കാണിച്ചു കൊടുക്കുക റസ്ലിംഗ്, ഇടിപ്പടം. എന്നാ സന്തോഷം എന്നറിയോ? പിന്നെ കുഞ്ഞ് ടിഷ്യൂ എന്നൊന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ നമ്മൾ കയ്യൂടെ അടിച്ചു കൊടുക്കും. പിന്നെ ഈ ടിഷ്യൂ നമ്മുടെ മൂക്കിന് നേരെ വരുമ്പോഴാ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്, എൻ്റെ കുഞ്ഞ് എന്നെ ഇടിച്ചോ എന്ന്. വേണ്ട നമുക്കിതൊന്നും. മറ്റൊരാളുടെ വേദന കണ്ട് അതിനോട് മനസ്സലിയണം. അവിടെ നിന്നാ പോരാ, അല്പം എന്ത് കൊടുക്കാൻ പറ്റും? എന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും ഇവർക്ക്? എൻ്റെ ചുറ്റും വേദന അനുഭവിക്കുന്നവർക്ക് എന്തെന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും? ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി 12 മണി 1 മണി വരെ അധ്വാനിക്കുന്നത് കുടുംബം പുലർത്താൻ വേണ്ടി തന്നെയാണ്, കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. ഒരുപാടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കാൻ പറ്റുന്നത് കുറച്ചാണെങ്കിൽ ആ കുറച്ചൊന്ന് കൊടുക്കാനായിട്ട് കഴിയണം. ആ കുറച്ചൊന്ന് കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അമക്കി കുലുക്കി വീണ്ടും തരികയുള്ളൂ ദൈവം. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു വീട്ടിൽ ചെന്നത് ഇങ്ങനെ ഓർക്കുന്നു. ഒരു വലിയ വീട്, ആ വലിയ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി. സോഫയിൽ ഇരുന്നിട്ട് ആ സോഫയുടെ കുഷൻ എടുത്ത് ഞാൻ എൻ്റെ മടിയിൽ വെച്ചപ്പം ഈ സോഫയുടെ റൗണ്ട് കുഷൻ്റെയും സോഫയുടെ കൈയുടെയും കൂടെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ കറുത്തിരിക്കുന്നു. അപ്പം ഞാൻ ആ വീട്ടിലെ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ ഇതെന്നാ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? അമ്മാമ്മ പെട്ടെന്ന് പറഞ്ഞാൽ ഞൊടിയിടയ്ക്കുള്ളിൽ അമ്മാമ്മ പറഞ്ഞു, എന്തോ ജീവി ചത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ വീട്ടിലെ 6 വയസ്സുള്ള മോനുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ അത് ജീവി ചത്തിരിക്കുന്നതല്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്നതാടാ അത്? അപ്പം അമ്മ അവിടുന്ന് ശക്തമായി അവൻ്റെ മുഖത്തോട്ട് നോക്കി കണ്ണു ഉരുട്ടിക്കൊണ്ട്, അത് ജീവി ചത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മോൻ പിന്നെയും പറഞ്ഞു, അമ്മ അത് ജീവ ചത്തിരിക്കുന്നതല്ല. അപ്പം ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്നതാടാ അത്? അപ്പം അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ അങ്ങേ വീട്ടിലെ സൈമൺ ചാൻ വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന കേക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കുഷൻ നീക്കി വെക്കാൻ ഈ അമ്മ പറഞ്ഞു. ഈ കുഷൻ അങ്ങ് നീക്കി വെച്ചു. സൈമൺ ചാൻ അങ്ങ് പോയി കേക്ക് വേറെ അടുക്കളയിൽ ഇരിക്കുന്നുണ്ട്, അതെടുത്ത് കഴിച്ചു. ഇവിടെ ഇരുന്ന കേക്കിൻ്റെ കാര്യം ആരും മറന്നുപോയി? കുഞ്ഞും മറന്നു, അമ്മയും മറന്നു. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്പമായെങ്കിലും, ഒത്തിരി ഉണ്ട് നമുക്ക്, ഈ അല്പമായെങ്കിലും ഒന്ന് കരുതി കൊടുക്കുന്ന ഭാവം ഉണ്ടായാലേ അടുത്ത തലമുറ നമ്മളെയും കരുതുകയുള്ളൂ. ഒരമ്മ കുഞ്ഞിനെ ഇങ്ങനെ പഠിപ്പിച്ചു. കുഞ്ഞ് വളർന്നു വന്നു, 10ാം ക്ലാസ്സിലായപ്പം കുഞ്ഞമ്മയോട് ചോദിച്ചു, അമ്മേ പള്ളിയിൽ അച്ഛൻ ശ്രമദാനത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പോകണം, അവിടുത്തെ പോച്ചയൊക്കെ ഒന്ന് പറിച്ചു കളയാൻ വേണ്ടിയാ അച്ഛൻ വിളിച്ചേക്കുന്നത്, ഞാനൊന്ന് പൊക്കോട്ടെ. അമ്മ പറഞ്ഞു, എടാ 10ാം ക്ലാസ്സാ, ഈ മാർക്ക് കൊണ്ട് വേണം അടുത്ത +1 ഏത് ഓപ്ഷൻ വേണമെന്ന് തീരുമാനിക്കാൻ. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിക്കോണം, അവിടെ അച്ഛന് വേറെ പണിയൊന്നുമില്ല, വേറെ ആളുകളെയൊക്കെ വിളിച്ച് വേണമെങ്കിൽ ചെയ്യിച്ചോളും. കൊച്ചു ചെറുക്കനിരുന്ന് പഠിച്ചു. അവൻ +2-ലായപ്പോൾ വീണ്ടും അവൻ പറഞ്ഞു, അമ്മേ യുവജന പ്രസ്ഥാനക്കാരെല്ലാം അവിടെ ചേർന്ന് വെയിറ്റിംഗ് ഷെഡ് പണിയുന്നുണ്ട്, ഞാനൊന്ന് പൊക്കോട്ടെ. അപ്പം അമ്മ പറഞ്ഞു, യുവജനങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, അവനെയൊക്കെ അപ്പനും അമ്മയും കയറൂരിയായിരിക്കും വിട്ടേക്കുക, നിനക്ക് അങ്ങനല്ല, ഇപ്പം +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെ എക്സാം ഉള്ള, അതുകൊണ്ട് നീ വല്ലതും ഇരുന്ന് പഠിച്ചോണം, നീ നിന്റെ കാര്യം നോക്കിക്കോണം. ചെറുക്കൻ കേട്ടു, നല്ലപോലെ പഠിച്ചു, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായി, അമേരിക്കയിൽ പോയി, അമേരിക്കക്കാരി പെങ്കൊച്ചിനെയും കെട്ടി. സന്തോഷമല്ലേ നമുക്ക്? അത് കഴിഞ്ഞപ്പം അമ്മ ഇവിടെ നിന്നൊരു ഫോൺ കോൾ,
ഇടത്തെ കൈ ഉപയോഗിച്ച വലത്തെ കൈ ബാത്റൂമിൽ വീണ് കൈ ഒടിഞ്ഞിരിക്കുക. അമ്മ ഇടത്തെ കൈ ഉപയോഗിച്ച് ഫോൺ കുത്തി മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ അത്യാവശ്യമായിട്ട് നാട്ടിലോട്ട് വരണം, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുക, നിനക്കറിയാമല്ലോ നീ എൻ്റെ ഏക മോൻ, ഇവിടെ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പം മോൻ തിരിച്ചു പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ 2 മാസമേലും പോക്കാം. ഈ 2 മാസത്തെ സാലറി ഉണ്ടെങ്കിൽ 30 മാസം അമ്മയ്ക്ക് അവിടെ ഒരു ജോലിക്കാരെ നിർത്താനുള്ള പൈസയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും പൈസ അയച്ചു തരാം, അമ്മ ആരെങ്കിലും വിളിച്ച് ജോലിക്കാരെ വിളിച്ച് നിർത്തി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് മകൻ തിരിച്ചൊരു മറുപടിയോടെ പറഞ്ഞു, അമ്മ എന്നെ ഒരു കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ, എന്താ? നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, ഏതെങ്കിലും കുടുംബത്തിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും നോക്കാത്ത അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. എന്ത്? നീ നിന്റെ കാര്യം നോക്കിക്കോണം. യാതൊരു സംശയമില്ല, അവർ തിരിച്ചു കുത്തും, തിരിച്ചെന്നെങ്കിലും ഒരു കാലത്ത് കുത്തും. ആ ബോധ്യം ഓർമ്മയിലേക്ക് വരട്ടെ. മറ്റുള്ളവരുടെ വേദന കണ്ട് അല്പമായെങ്കിലും അതിനോട് മനസ്സലിഞ്ഞ് അതിനുവേണ്ടി ചെയ്യുവാനായിട്ട് നമ്മളെ കഴിയണം. ഒന്നാമത്തെ ആശയത്തിൽ ഞാൻ പിൻവാങ്ങട്ടെ. രണ്ടാമതായിട്ട് പെൺകുട്ടി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ വാചകം വീണ്ടും ഞാൻ പറയുന്നു, ഞാനായിരുന്നു ഈ വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, യജമാനെ ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ ഇവിടെ കൊണ്ടുവന്നാൽ യജമാനന്റെ രോഗം സൗഖ്യമായി കിട്ടും. രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പെൺകുട്ടി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ യജമാന്റെ രോഗം സൗഖ്യമായി കിട്ടും. ഞാനായിരുന്നു ഈ വാചകം പറയുന്നതെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, യജമാനെ ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ ഇവിടെ കൊണ്ടുവന്നാൽ യജമാന്റെ രോഗം സൗഖ്യമായി കിട്ടും. ഞാനിത് പറയാൻ കാര്യം, എന്നെ അടിമയാക്കി വെച്ചേക്കുന്ന ആരാ? ഈ യജമാനാ. എനിക്ക് അടിമനുഖത്തിൽ നിന്ന് മോചനം കിട്ടേണ്ട ആരുടെ കയ്യിൽ നിന്നാ? യജമാനാ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കേണ്ടത് ശമരിയിലെ പ്രവാചകനെയാണോ അതോ യജമാനെയാണോ? യജമാനെയാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞാൽ യജമാനെ ഫേവർ ചെയ്തേ പറയുള്ളൂ. പക്ഷെ പെൺകുട്ടി വളരെ ശക്തമായിട്ട് പറഞ്ഞു, യജമാൻ എത്ര വലിയ പുള്ളിയായാലും കൊള്ളാം, എത്ര മഹാനായാലും കൊള്ളാം, ബെൻഹദദ് എന്ന് പറയുന്ന രാജാവിന്റെ സർവ്വസൈന്യാധിപനായാലും കൊള്ളാം, യജമാൻ എവിടെ ചെല്ലണം? പ്രവാചകന്റെ അടുക്ക ചെല്ലണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വല്യച്ഛൻ, എനിക്ക് വൈദ്യ സെമിനാറിൽ ഞാൻ പഠിച്ചതല്ലെന്നല്ല എൻ്റെ അർത്ഥം, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ വല്യച്ഛന്മാരുടെ അടുക്കൽ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പൂച്ചനെ പോലുള്ള ആളുകളുടെ അടുക്കൽ ഇരുന്ന് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതാ ഈ ഇവിടെ പഠിച്ച 5 മാസക്കാലം ഞാൻ കഴിവതും അപ്പൂച്ചൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ കാണപ്പെട്ടതിൻ്റെ കാരണം അതാ, അദ്ദേഹത്തിൻ്റെ വായിന്ന് വല്ലതും കിട്ടുന്നെങ്കിൽ അതിങ്ങനെ കോർത്തിണക്കാൻ വേണ്ടിയാണ്, ജീവിതത്തിലോട്ടൊന്ന് എടുത്തിടാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വല്യച്ഛനെ വിളിച്ചിട്ട് ഒരു രജിസ്റ്ററിൽ പേരെഴുതുന്ന കാര്യത്തെപ്പറ്റി, ഒന്ന് പേര് തിരുത്തുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ചോദിച്ചു. അന്നേരം ആ വല്യച്ഛനോടൊരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്, ഒരു ചെറുക്കൻ ഇപ്പം ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുകയൊക്കെ വേണമല്ലോ. അപ്പം ഒരു പയ്യൻ അവൻ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് വേണം. അച്ഛൻ പറഞ്ഞിട്ടാ, മോനെ ഞാൻ ഈ കാപ്പി ഒന്ന് കുടിച്ചോട്ടെ, ചോറുണ്ടോ, കുർബാന കഴിഞ്ഞ് ഇറങ്ങിയല്ലയോ, ഈ കാപ്പി ഒന്ന് കുടിച്ച് എൻ്റെ തൊണ്ടയൊന്ന് നനച്ചോട്ടെ, അതിന് ശേഷം നീ വാ. അച്ഛാ അതല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് തിരക്കുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് എഴുതി തരാൻ പറ്റും, എഴുതാ. ആ ശരി ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യ്, അള്ളി ഓഫീസിൽ പോയി ആ മാരേജ് രജിസ്റ്ററും അവിടെ ഒരു ഫോം ഇരിപ്പുണ്ട്, ഇത് രണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഫോം എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകി അച്ഛൻ എഴുത്തു തുടങ്ങി. ചെറുക്കൻ്റെ പേരെഴുതി, പെണ്ണിൻ്റെ പേരെഴുതി, ചെറുക്കൻ്റെ വീട്ടുപേരെഴുതി, പെണ്ണിൻ്റെ വീട്ടുപേരെഴുതി, അവസാനം അഡ്രസ്സ് എഴുതി, മാതാപിതാക്കളുടെ പേരൊക്കെ എഴുതി. അടുത്ത ചെറുക്കൻ്റെ പ്രായം എഴുതാൻ വന്നപ്പോൾ ചെറുക്കൻ കൈ എടുത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് മണ്ടയ്ക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് കല്യാണം കഴിച്ചപ്പോൾ 29 വയസ്സെന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷെ 33 ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്തിനാടാ മോനെ, നീയല്ലേ ഒപ്പിട്ടേക്കുന്നത്, നിനക്ക് 23 വയസ്സെന്ന്. അപ്പോൾ ചെറുക്കൻ മറുപടി പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, അവക്കിപ്പോൾ എല്ലാം മനസ്സിലായെന്ന്. എന്തോ മനസ്സിലായെന്ന്? അവളെ വഞ്ചിച്ചതാന്നുള്ള കാര്യം. കല്യാണം കഴിച്ചപ്പോൾ 29 വയസ്സെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചേ, പക്ഷേ യഥാർത്ഥ പ്രായം അന്ന് എത്ര ഉണ്ടായിരുന്നു? 33 ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ തിരിച്ചു പറഞ്ഞു, മോനെ അത് നിന്റെ വ്യക്തിഗതമായ കാര്യം, എൻ്റെ കാര്യമല്ല, എന്നെ സഭ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് രജിസ്റ്ററിൽ പേര് തിരുത്താനൊന്നും പറ്റത്തില്ല. ചെറുക്കൻ തിരിച്ച് ഉടനടി ഒരു മറുപടി പറഞ്ഞു, അച്ഛാ പഠിപ്പിക്കല്ലേ, ഞങ്ങൾ ഒത്തിരി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഏതെങ്കിലും ഒരച്ഛൻ ഒരു വാക്കൊന്ന് പറയട്ടെ, ഞങ്ങൾ ഈ അച്ഛന്മാർ മോശക്കാരാവുന്ന അവിടെയാ. നേരെ തിരിച്ച് നിങ്ങളെ അങ്ങ് സന്തോഷിപ്പിച്ചാലോ, നിങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം നിന്ന് താളം തുള്ളിയാലോ?
3 വർഷത്തേക്ക്, ഇവിടെ നിരണത്തെ 3 വർഷമെന്നാണ് എൻ്റെ വിചാരം, 3 വർഷത്തേക്ക് ഈ അച്ഛൻ ഞങ്ങളുടെ ദൈവമാണ്. അത് കഴിഞ്ഞ് കലവ ഒറ്റ പൊട്ടിര്. എൻ്റെയും നിങ്ങളുടെയും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ദൈവങ്ങളും ദൈവപുരുഷന്മാരുമേ നമുക്കിഷ്ടം. യാതൊരു സംശയമില്ല. നമ്മളൊക്കെ അഹങ്കരിക്കുന്നത് അതുകൊണ്ടാ. എൻ്റെ കയ്യിലിരിക്കുന്ന ധനത്തിന്റെ മുമ്പാകെ ഒതുങ്ങാത്ത ഒരു ദൈവമില്ല. ഒരച്ഛൻ പോയ 9 മെത്രാച്ചന്മാരെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് വിസ്തരിച്ച് പറയാനായിട്ട് കഴിവുള്ളവരാ നമ്മളൊക്കെ. ഓർക്കണം, അങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന അല്ല ദൈവീകത. അങ്ങനെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വൈദികരുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ കൈപ്പിടിയിൽ നിങ്ങളുടെ ഒതുങ്ങിപ്പോയേക്കാം. പക്ഷെ ഒതുക്കാനായിട്ട് ശ്രമിക്കരുത്. ദൈവത്തിന്റെ മുമ്പാകെ അത് മാന്യതയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കൃപകളെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കുമ്പം ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് വണങ്ങിക്കൊടുത്താൽ മതി. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറയും, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ ദയവായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്ന പ്രഭാഷണമുണ്ട്. 10 എപ്പിസോഡായിട്ട് കിടക്കുന്ന ഒരു പ്രഭാഷണം യൂട്യൂബിനകത്തുണ്ട്. അതൊന്ന് കേൾക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യനിങ്ങനെ നിറഞ്ഞു നിൽക്കുക, 6 അടി നീളം 6 അടി വീതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എത്ര വീതി ഉണ്ടായിരുന്നാലും അവനെ കൊണ്ടുവന്ന് ഇലക്ട്രിക് ശ്മശാനത്തിനകത്തോട്ട് വെച്ച് കത്തിച്ച വെറും 60 ഗ്രാം ചാരം. ഈ 60 ഗ്രാം ചാരം എടുത്ത് ഒരു തെങ്ങിന്റെ മൂട്ടിലോട്ടിട്ടാൽ അതിലുണ്ടാകുന്ന വെള്ളക്കായുടെ വെള്ളത്തിന്റെ ഭാരം പോലുമില്ല. പിന്നെ അങ്ങ് അഹങ്കരിക്കുക. എന്നാത്തിന്റെ അഹങ്കാരം? ആ ദൈവത്തിന്റെ മുമ്പാകെ നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. വി ഹാവ് അവർ ഓൺ വിഷ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതിന് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യാം. ഞാൻ ഈ ലൈറ്റ് കണ്ടപ്പോൾ അല്പം പേടിച്ചു. ഈ ലൈറ്റ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കണ്ട എനിക്ക് പേടിയാ. കുന്നംകുളത്ത് നമ്മുടെ പൗലോസ് ദിദിയം ബാവയുടെ പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ഇതുപോലൊരു വലിയ സ്പോട്ട് ലൈറ്റ് ഉണ്ട്. ആ സ്പോട്ട് ലൈറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ നിന്നു. എൻ്റെ കയ്യിൽ കുറിപ്പുണ്ട്, പ്രസംഗിക്കാനുള്ള ഡയറി ഉണ്ട്, വേദപുസ്തകമുണ്ട്. അവിടെ 2 മണിക്കൂർ നേരമൊക്കെ പ്രസംഗിക്കണം. കുറിപ്പുണ്ട്, ഡയറി ഉണ്ട്, പ്രസംഗിക്കാനുള്ള ആരോഗ്യമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല പവറിൽ നിൽക്കുക. ചെറിയൊരു ഈച്ച ഇതിനിടയ്ക്ക് പറന്നു കയറി എൻ്റെ വായിലോട്ടം കയറിയതേ ഉള്ളൂ. അവിടെ നിർത്തി എൻ്റെ പ്രസംഗം. ഞാൻ എൻ്റെ പ്രസംഗം. പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ചുമച്ച് സമയം കളഞ്ഞല്ലാതെ അകത്തോട്ട് കുടിച്ച വെള്ളത്തിനേക്കാൾ ശക്തമായിട്ട് അത് പുറത്തോട്ട് വരാൻ നോക്കുക. ഇറങ്ങി വരാൻ അതിനെ കൊണ്ടിട്ട് സാധിക്കുന്നുമില്ല. അവിടെ തീരാവുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. എന്നെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ഇത്ര അഹങ്കരിക്കുന്നത്. പുറത്തോട്ടൊന്ന് വിട്ട ഒരു ജീവശ്വാസം അത് തിരിച്ചകത്തോട്ടൊന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ തീരും. പല സാഹചര്യങ്ങളിലും ഞാൻ ടി വിയിൽ പ്രസംഗിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യരുടെ ജീവിതത്തെ പറ്റി പറഞ്ഞത് ചത്തുപോയി എന്നാണ്. മരിച്ചുപോയി, കാലം ചെയ്ത്, നാട് നീങ്ങിയെന്നൊക്കെ പിന്നീടുള്ള ഭാഷയിൽ കൂടി കോർത്തിണക്കിയതാ. ആദ്യകാലത്ത് പറഞ്ഞത് ചത്തുപോയി എന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിലെ പട്ടി ചത്തുപോയെന്ന് പറയണം, ഇനി ഞങ്ങളുടെ അപ്പച്ചനും ചത്തുപോയെന്ന് പറയണമെന്ന് ചോദിക്കും. അങ്ങനെ തന്നെ പറയണം, ചത്തുപോയി എന്ന് തന്നെ പറയണം. എന്നതാ ഈ ചത്തുപോവുക എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ചത്തുപോയി എന്നെടുത്തെങ്കിൽ തമിഴിൽ അത് സത്തുപോയി എന്നാ പറയണേ. എന്നതാ ഈ സത്തുപോവുക എന്ന് പറഞ്ഞാൽ? സത്തായിട്ടുള്ളത് പോയി. ഒരു പാവയ്ക്കായിലെ സത്താണ് പാവയ്ക്ക ജ്യൂസ് അല്ലെങ്കിൽ പാവയ്ക്കയുടെ നീര്. അതേ രീതി തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആകപ്പാടെ സത്തായിട്ടുള്ളത് എനിക്ക് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്ത ഈ ശ്വാസമാണ്. ഈ ശ്വാസം എന്ന് പറയുന്നത് സത്ത് പുറത്തോട്ട് പോയാൽ ഈ നീളത്തിൽ കൈയെടുക്കുന്ന എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ്. പിന്നെ എന്നാ കണ്ടിട്ടാ ദൈവത്തിൻ്റെ മുമ്പാകെ ഇത്ര അഹങ്കരിക്കുന്നത്? തമ്പുരാൻ തന്നിട്ടുള്ളതല്ലാതെ എന്താ എൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത്? തമ്പുരാൻ തന്നത് ഇനിയൊന്ന് തരാതിരുന്നാൽ എവിടെ തീരും? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പള്ളിയിൽ അച്ഛന്മാർ കല്യാണത്തിൻ്റെ സമയത്ത് വിളിച്ചു പറയും, ദയവായിട്ട് ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ആളുകൾ എഴുന്നേൽക്കണം. അന്ന് നമ്മുടെ അച്ചായന്മാർക്ക് വലിയ സന്തോഷമാണ്. അന്നേരം അച്ചായന്മാർ കാല് പൊക്കി വെക്കാൻ ഓർത്തതെന്ന് വിചാരിക്കും. അവർ കാല് പൊക്കി വയ്ക്കും. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആരുടെ മുമ്പാകെയാ? ഈ 31 വയസ്സുള്ള എൻ്റെ മുമ്പാകെ എന്നാ ചെയ്താൽ എനിക്ക് എന്നതാ? ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പാകെയാ. ദൈവത്തിൻ്റെ മുമ്പാകെ എന്ത് കൊണ്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു? ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വളരുന്ന ഒരു പക്ഷെ രാത്രിയിലായിരിക്കാം, കാരണം ഞാൻ ഈ വളരുന്നത് കാണുന്നില്ല. നിങ്ങൾ എപ്പോഴാണ് വളർന്നതെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരുന്നത് ഞാൻ കാണുന്നില്ല. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങാണ്ടാ ഞാൻ വളർന്നത്, ഈ കാണുന്ന തലത്തിലെത്തിയത്. ഈ ബോധ്യമൊന്ന് ഓർമ്മയിലേക്ക് വരട്ടെ. എപ്പോഴും ഉദാഹരണം പറയുന്ന മറ്റൊരു കാര്യമാണ്, വീട്ടിൽ നിന്ന് അടൂരിൽ നിന്ന് വാഹനം ഓടിച്ച് ഇവിടെ വരെ എത്തി. തിരിച്ചൊരു 10-27 കിലോമീറ്റർ യാത്ര ചെയ്ത് എനിക്ക് തിരിച്ച് അടൂർ ചെല്ലണം. ചെന്നെത്തി കിട്ടാമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ചെന്നെത്തി. അതുകൊണ്ട് ആ വലതുവശത്തെ കള്ളൻ മരിക്കാൻ പോയ സമയത്തും അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാ, എന്നെ ഒന്ന് ഓർത്തേക്കണേ,
എനിക്ക് വലിയ അനുഗ്രഹമൊന്നും വേണ്ട, എന്നെ ഒന്ന് ഓർത്താൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യകളിൽ ഈ ഓർമ്മപ്പെടുത്തലോ ദൈവത്തിനോടുള്ള ഈ പ്രാർത്ഥനകളോ അന്യം നിൽക്കുക. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന, വേദപുസ്തകം വായിക്കുന്ന വ്യക്തിത്വങ്ങൾ എത്രയുണ്ട് എനിക്കറിയില്ല. ഓർമ്മയിലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ വണങ്ങി ജീവിക്കുവാൻ ഇടയായിത്തീരണം. ഇന്ന് കാണുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു 10 തലമുറ, ഒരു 10 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പോട്ടൊന്ന് എടുത്തു നോക്കണം. ഞാൻ പറയും, ഒരു പേർഷ്യൻ തുണി, ഒരു ഫോറിൻ കൈലി കാണാൻ ഇവിടുത്തെ അച്ചായന്മാർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പേർഷ്യൻ സാരി കാണാൻ ഇവിടുത്തെ അമ്മാമ്മമാർ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ആ കൈലിയോ ആ സാരിയോ ആണെ പെട്ടെന്ന് എന്തോ ചെയ്യത്തില്ല, കീറിപ്പോകത്തില്ല. പുതിയത് മേടിക്കാനുള്ള സാമ്പത്തികമില്ല. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനോട് നിങ്ങൾക്ക് കൊതിയില്ല. കാരണം ദൈവത്തിൻ്റെ അളവറ്റ ശ്രീഭണ്ഡാരം ഇങ്ങനെ തുറന്ന് അനുഗ്രഹിച്ചിരിക്കുക. പിന്നെ വേണം, കർത്താവേ ഞങ്ങൾ കണ്ടു വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു അടയാളം. ഓർമ്മയിലേക്ക് വരട്ടെ. രണ്ടാമത്തെ ആശയത്തെ ഞാൻ പിൻവാങ്ങുകയാണ്. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ രോഗം സൗഖ്യമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആശയം ഇങ്ങനെയായിരുന്നു, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയാകണം. മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ പെൺകുട്ടിക്ക് വല്ല സംശയമുണ്ടോ അവിടെ ചെന്ന രോഗം സൗഖ്യമാക്കി കൊടുക്കുമെന്ന്? അതോ ഉറപ്പാണോ? നിങ്ങൾ പറഞ്ഞേ. ഉറപ്പാണ്. നമുക്ക് പറയാൻ എന്നാ എളുപ്പമാണെന്നറിയാമോ? ഉറപ്പാണെന്ന് പറയാൻ എളുപ്പമാണ് നമുക്ക്. പക്ഷെ ഒന്ന് ഓർത്തു നോക്കണം, ഈ പെൺകുട്ടി അമ്മയുടെ അപ്പൻ്റെയും സ്നേഹലാളനകൾ ഇങ്ങനെ വളരേണ്ടിയ പ്രായം. അതുകൊണ്ടായി ചെറിയ പെൺകുട്ടി എന്ന് പ്രത്യേകം എടുത്തു പറയും. ഹീബ്രു പരിഭാഷ നോക്കിയാൽ അറിയാം, 6 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന പദമാണ് ഉപയോഗിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് വായിക്കാനൊന്നും വലിയായിട്ട് അറിയില്ല, എങ്കിലും അതിൻ്റെ പരിഭാഷകൾ വായിച്ചു നോക്കുമ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെയുള്ള ഈ പെൺകുട്ടി, അതായത് അമ്മയുടെ നെഞ്ചത്തോട്ട് ചേർന്ന് കിടക്കേണ്ടിയ, അപ്പൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കപ്പലണ്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വട അല്ലെങ്കിൽ കേക്ക് ഇതിനു വേണ്ടി മത്സരവിടി കൂട്ടേണ്ടിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ അടിമയായി പിടിച്ചുകൊണ്ട് പോയേക്കുക. വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുള ഉരുട്ടി വാങ്ങേണ്ട സ്ഥലത്ത് യജമാനത്തിയുടെ തുപ്പൽ തൂത്തുകളയാൻ വേണ്ടി വിധിക്കപ്പെട്ട പെൺകുട്ടി. 3, എൻ്റെ കുഞ്ഞിനെ നമുക്കൊക്കെ അറിയാം, മിക്ക ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിച്ചുണർത്താറില്ല. എന്താ കാര്യം? ഒന്നിയിൽ പെരുന്നാൾ, അല്ലെങ്കിൽ ന്യൂ ഇയർ, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ മലയാള വർഷം ആരംഭം, ഇതിലേതെങ്കിലുമൊക്കെയാണ് നമ്മൾ വിളിച്ചുണർത്തിയാൽ നമ്മൾ പിന്നീട് പറയും, ഇനി 1 വർഷം കൊച്ചിൻ്റെ എന്തോ ചെയ്യും, മുടിഞ്ഞു പോകും. അതുകൊണ്ട് കൊച്ചിനെ വിളിച്ചുണർത്തണ്ട, കൊച്ച് തനിയെ അങ്ങോട്ട് ഉണർന്നേക്കട്ടെ. കൊച്ചുണർന്നുണർന്നുണർന്ന് അവസാനം 9:30 ഉണരുന്നേ. ഈ കൊച്ചിനെ വേറെ എവിടെയെങ്കിലും കെട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ചെറുക്കനാണ് ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. പോകട്ടെ, അങ്ങനെ സ്നേഹിച്ച് വളർത്തുന്ന പ്രായത്തിൽ, അല്ലെ വളരുന്ന പ്രായത്തിൽ ദയവായിട്ട് 5:30 ആകുമ്പോൾ ഒക്കെ അങ്ങ് ഉണർത്തണം കൊച്ചിനെ. കൊച്ചങ്ങ് ഉണർന്നോട്ട് പോട്ട്, കുഴപ്പമില്ല, ജീവിതത്തിൽ നഷ്ടമൊന്നും വരത്തില്ല. അങ്ങനെ വളരുന്ന ഒരു കുട്ടിയെ, ആ സ്ഥാനത്ത് ഇവിടെ ഒരു പെൺകുട്ടി അടിമയായി, നമ്മളൊക്കെ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞ തമ്പുരാൻ പോലും കൈവിട്ടിരിക്കുന്ന അവസരത്തിൽ നിൽക്കുന്ന പെൺകുട്ടി. അവളാണ് പറയുന്നത്, എൻ്റെ ദൈവം എന്നെ ശോധന ചെയ്യുക, എന്നെ വേദനിപ്പിക്കുക, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. അവൻ അത്ഭുതം ചെയ്യേണ്ട സമയത്ത് അത്ഭുതം ചെയ്യും, യാതൊരു സംശയമില്ല. യഹോവ എനിക്ക് മതിയായവനാ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്യും. പല സാഹചര്യങ്ങളിലും നമ്മുടെ അടുക്കൽ നിന്ന് അന്യമായി നിൽക്കുന്ന ചിന്തയായത്. എവിടെയെല്ലാം ഓടാമോ അവിടെയെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴ മാറ്റാൻ കഴിവുള്ള, പാണ്ട് മാറ്റാൻ കഴിവുള്ള, ഉറക്കെ അലച്ച് തൊണ്ടയുടെ വേദനകൾ മാറ്റാൻ കഴിവുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ അടുക്കലേക്ക് ഓടാൻ നമ്മൾ തയ്യാറാണ്. അത് ആരായിക്കൊള്ളട്ടെ. ചിട്ടി പിരിവ് തുടങ്ങി ചിട്ടി പൊട്ടി അവസാനം വാക്കുകൊണ്ട് എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ആളായിരുന്നാലും കുഴപ്പമില്ല. കന്യാമറിയാമിനെ പരിശുദ്ധയായ, ദൈവത്തെക്കാട്ടിലും വലിയ പരിശുദ്ധയായ കന്യാമറിയാമെന്ന് വിശേഷിപ്പിച്ച മുല്ലക്കര സാറായിക്കൊള്ളട്ടെ. വെളിവ് നിറഞ്ഞൊരു ഈശോ പാട്ടിൽ മാത്രം പ്രസംഗം തുടങ്ങിയിട്ടുള്ള MI യോഹന്നാൻ സാറാകട്ടെ. ആരുടെ പുറയിലും പോകാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല. പിന്നെ വേണേ ഒരു പയരുടെ ബ്ലസ് തിരുവല്ല, ബ്ലസ് ചെയ്ത് തിരുവല്ല മുടിഞ്ഞു, എന്നിട്ടും പിന്നെയും ബ്ലസ് ചെയ്യാൻ നിൽക്കുക. ഞാൻ പറയും, ഈ പാമ്പാക്കുടയിൽ 2 വർഷത്തിന് മുമ്പ് ഒന്ന് പ്രസംഗിക്കാൻ പോയപ്പം അവിടെ ഒരു ഗ്രഹനാഥൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു അച്ചേട്ടായി
ആ ചേട്ടായി പ്രസംഗം തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചേട്ടായി ഇങ്ങനെ പ്രസംഗിച്ചു TV കൂടി, നിങ്ങളിൽ രോഗികളായിരിക്കുന്നവർ ഒരു കൈ വേദനയുള്ള ഭാഗത്തും മറുകൈ TV-യിലും തൊട്ട് പ്രാർത്ഥിച്ചാൽ ഇപ്പം രോഗസൗഖ്യം കിട്ടും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒണീഡയുടെ പ്രതീകം ഡെവിളാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഡെവിളൊക്കെ ഇദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പായതെന്നാന്ന് എനിക്കറിയത്തില്ല. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾക്ക് അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട്. ഞാൻ പറയും, ഇവരൊക്കെ കർത്താവേശ്വരനെക്കാളിലും വലിയ വ്യക്തികളാണ്. ഇവരൊന്നും കർത്താവേശ്വരനേക്കാൾ താഴെയുള്ള വ്യക്തികളല്ല. ഇവരൊക്കെ ദൈവത്തിൽ യേശുരാനേക്കാളും വലിയ വ്യക്തികളാണ്. കാരണം 33-ാമത്തെ വയസ്സിൽ ലോകം മുഴുവനെയും കീഴുമേഴ് മറിക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ പുത്രൻ ഗെദസമൻ തോട്ടത്തിൽ വെച്ച് ഒറ്റക്കാരിയാ പറഞ്ഞേ. എന്നതാ പറഞ്ഞേ? എനിക്ക് പാനപാത്രത്തിന് വലിയ പ്രശ്നമാ, കയ്പാ, വലിയ ബുദ്ധിമുട്ടാ, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറയും, ഇവരൊക്കെ കർത്താവേശ്വരന്റെ 12 സ്ലീഹന്മാരെക്കാളും വലുതാ. കാരണം ഒരുത്തൻ ചോദിച്ചു, എനിക്ക് വല്ല പിച്ചയും തരാൻ പറഞ്ഞപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞു, പൊന്നും വെള്ളിയൊന്നും എൻ്റെ കയ്യില്ല, എനിക്കാകെയുള്ളത് ദൈവത്തിന്റെ ശക്തിയാ, നീ എഴുന്നേറ്റിങ്ങി പോരാൻ പറഞ്ഞു. അത്രമാത്രം കഴിവുള്ളവൻ, സ്വന്തം നിഴലുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം കൊടുത്തവൻ, തലകീഴായി കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ചു പത്രോസ് ശ്ലീഹ. അന്നേരം ഈ ശക്തിയൊന്നും ഉപയോഗിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ കർത്താവിൻ്റെ 12 സ്ലീഹന്മാരെക്കാളിലും വലുതാ. പിന്നെ ഇവരൊക്കെ പരിമല തിരുമേനിയെക്കാളിലും വലിയ വ്യക്തികളാണ്. നേരെ തിരിച്ചായിരുന്നു ഈ ഓർഡർ പറയേണ്ടതെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനം മേളിൽ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇവരൊക്കെ പരിമല തിരുമേനിയെക്കാളിലും വലിയ വ്യക്തികളാണ്. എന്താ കാര്യം? ഞാനിവിടെ താമസിച്ചപ്പം പരിമല തിരുമേനിയെ പറ്റി പലരും എഴുതിയ ചരിത്രം വായിച്ചു. അവിടെ എല്ലാം വായിച്ചൊരു കാര്യം എന്നെ ശക്തമായി ചിന്തിപ്പിച്ചൊരു കാര്യവും, ഇവിടെ നമ്മൾ കൊടിയേറ്റുന്ന സമയം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഞാൻ ഇവിടുത്തെ ചില അച്ചായന്മാരുടെ വാചകത്തിൽ നിന്നൊക്കെയാണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ ചടങ്ങുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയത്. കൊടിയേറ്റുന്ന സമയത്ത് വെറ്റില എടുത്തെറിയും. എന്നിട്ട് എന്നാ ചെയ്യുന്നേ? ആ വെറ്റില താഴെ വീഴുമ്പോൾ അതെടുത്ത് ചവയ്ക്കും. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന ഉരുവിടും. ആ പ്രാർത്ഥന പരിമല തിരുമേനി സാധിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ് നമുക്കൊക്കെ ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ അല്പമായെങ്കിലും അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വെറ്റിലയിൽ ഇങ്ങനെ കിടത്തിയ സമയത്ത് പോലും പരിമല തിരുമേനി സ്വന്തം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി ഞാൻ 2 നാൾ കൂടി എങ്ങനെ കഴിക്കേണ്ടു എന്ന് ചോദിച്ചു നിൽക്കുന്ന, മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന പരിമല തിരുമേനിയുടെ കട്ടിലിന്റെ അടുക്കിലേക്ക് വരുന്ന രോഗികളെ പരിശുദ്ധനായ പരിമല തിരുമേനി സൗഖ്യമാക്കി വിട്ടിട്ടുണ്ട്. ആ പരിമല തിരുമേനി അന്നേരം പോലും ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ രോഗമൊന്ന് സൗഖ്യമാക്കി തരണേ. കാരണം പരിമല തിരുമേനിക്കറിയാം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. തലമുടിയിലെ ഒരെണ്ണം പോലും എണ്ണപ്പെട്ട് വെച്ചിരിക്കുക ദൈവം. എൻ്റെ ആയുസ് ഒരു ദിവസം പോയിട്ട് 1 മിനിറ്റ് നീട്ടിവെക്കാനായിട്ട് ദൈവത്തിനല്ലാതെ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്ന് ഞാൻ ജനിക്കണം, എന്ന് ഞാൻ മരിക്കണം, എത്ര കാലം ഈ ഭൂമിയിൽ എൻ്റെ കാലമുണ്ടോ ആ കാലഘട്ടത്തെ നിർണയിക്കപ്പെട്ട ദൈവമാണ്. ആ ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുക്കുകയല്ലാതെ പിന്നീട് എനിക്ക് എന്നതാവുള്ളേ? നമ്മുടെ ബോധ്യം അങ്ങ് മാറി. ഈ ദൈവത്തിന് ശക്തിയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ആ ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിത്രം അല്പം കൂടി ശക്തമാക്കുന്നൊരു ചിത്രം. അതിന് ദാനിയേൽ ശദ്രക്ക് ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്: നെബൂഖദ്നേസർ രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തിൽ നിന്നും നിന്റെ ശക്തിയിൽ നിന്നും ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം ഞങ്ങൾ രക്ഷിക്കും. ഇല്ലെങ്കിലും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യമാണെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്ക് അത്ര വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല. അവർ പറയുന്നൊരു വാചകമുണ്ട്: ഞങ്ങൾ നിലവിളിക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കും. ഇല്ലെങ്കിലും ഞങ്ങൾ നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കത്തില്ല. ഈ പ്രാർത്ഥന നമുക്ക് എത്ര പേരുടെ മനസ്സിലുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ രോഗം മാറ്റാൻ കഴിവുള്ളവനാ, ഇല്ലെങ്കിലും എൻ്റെ ദൈവം മതി എനിക്ക്. നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കരുത്. മറിച്ച് നിന്റെ രോഗം മാറ്റാവുന്ന ദൈവമാണ് നിന്റെ ദൈവം. ആ ദൈവത്തെ മാത്രം നീ ആരാധിച്ചാൽ മതി. അങ്ങനെ വന്നപ്പോൾ പ്രശ്നം ഇവിടെ തെറ്റി. എന്നാ തെറ്റിയെന്നറിയോ? പാശ്ചാത്യർ ഇതിനെ വേറൊരു രീതിയിലെടുത്തു. അപ്പൻ മകൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തില്ലേ, അപ്പൻ്റെ മുഖത്ത് നോക്കി എന്നാ പറയണം? നീ എൻ്റെ അപ്പനല്ല. ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഭാര്യ എന്നാ പറയണം? നീ എൻ്റെ ഭർത്താവല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് 1.5 വയസ്സ് കഴിഞ്ഞ് 1.25 വയസ്സുള്ളൊരു മോനുണ്ട്.
അവൻ തീപ്പന്തം ചോദിച്ചാൽ ഞാൻ കൊടുക്കുവോ? കൊടുക്കത്തില്ല. അവന് വേണ്ടതായിട്ടുള്ളതെല്ലാം കൊടുക്കാനായിട്ട് എനിക്ക് അറിയാം. എന്നെക്കാളും നല്ല ഭംഗിയായിട്ട് എനിക്ക് വേണ്ടത് തരാനായിട്ട് എൻ്റെ സ്വർഗത്തിലിരിക്കുന്ന അപ്പച്ചനും അറിയാം. ആ ദൈവത്തിലൊന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ മതി. ആ ദൈവം വേണ്ടതായിട്ടുള്ളതെല്ലാം തരും. ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. മൂന്നാമത്തെ ആശയം ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുവാനായിട്ട് കഴിയണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, മറ്റുള്ളവരുടെ വേദന കണ്ട് അതിനോട് മനസ്സറിഞ്ഞ് അതിന് വേണ്ടത് ചെയ്യുവാനായിട്ട് കഴിയണം. 2, ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുവാനായിട്ട് കഴിയണം. 3, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ കഴിയണം. 4, നിങ്ങളോടൊരു ചോദ്യം അങ്ങ് ചോദിച്ച് നിർത്തുക. ചോദ്യം ഇങ്ങനെയാണ്: ഈ പെൺകുട്ടി ആരോടായി വാചകം പറഞ്ഞേ? ആരോടായി വാചകം പറഞ്ഞേ? യജമാനത്തിയോട്. നമ്മുടെ ആളുകളെല്ലാം കുറിക്കുന്നുണ്ട്, വേദപുസ്തകങ്ങളുണ്ട്. അച്ചായനല്ലോ അത് വിളിച്ചു പറഞ്ഞ സന്തോഷം. യജമാനത്തിയോട്. ഇനി എന്തിനാ ഈ യജമാനത്തിയോട് പറഞ്ഞത്? അടിമനുഖത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിവുള്ളത് യജമാന, സമ്മാനം തരാൻ കഴിവുള്ളത് യജമാന, രോഗമുള്ളതും യജമാന. പിന്നെ എന്നതിനാ ഈ യജമാനത്തിയോട് പറഞ്ഞത്? ഞാൻ അതുകൊണ്ട് 5-ാമത്തെ പ്രത്യേകത വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞു. പെൺകുട്ടിയുടെ 5-ാമത്തെ പ്രത്യേകത എന്താ? നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ. ആരുടെ കീഴിലാക്കി വെച്ചിരിക്കുന്നു അവരോട് വിശ്വസ്തത കാണിക്കണം. വളരെ ശക്തമായ ഒരു കാര്യമായി പെൺകുച്ചി കാണിച്ചു തരുന്നത്. അവൾക്ക് വേണമെങ്കിൽ യജമാനോട് പറയാറുണ്ട്. അവൾ അതല്ല ചെയ്യുന്നത്, മറിച്ച് തന്നെ ആരുടെ കീഴിലാക്കി വെച്ചിരിക്കുന്നു അയാളോട്, ആ വ്യക്തിയോട് വിശ്വസ്തത കാണിക്കുന്നു. ഞങ്ങൾ ഈ കല്യാണ ശുശ്രൂഷയ്ക്ക് നിന്നാൽ പലപ്പോഴും മനസ്സിൽ ചിരി വരും, ശക്തമായ ചിരി വരും. അതിലെ 1-ാമത്തെ കാര്യമാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും വെളിയിൽ വെച്ച് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ചെറുക്കനെയും പെണ്ണിനെയും അകത്തോട്ട് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഉടനടി ചെറുക്കൻ്റെ അപ്പം വന്ന് പള്ളിയിലെ വികാരി അച്ഛൻ്റെ ചെവിയിൽ ഒരു കാര്യം പറയും. എന്നതാ? അച്ഛ, കാറ്ററിങ്സുകാർ വന്നിട്ടുണ്ട്, ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്, അച്ഛനൊന്ന് ചവിട്ടി അങ്ങ് വിട്ടേക്കണേ. അച്ഛൻ ചവിട്ടാനൊന്നുമില്ല, കൂതാശ നടത്തി വിട്ടേക്കാം. ഈ ചവിട്ടി വിടേണ്ട സാധനം വെളിയിലോട്ടിറങ്ങി അവർ തമ്മിൽ എന്തോ ചെയ്തോളും, ചവിട്ടിക്കോളും. ഇതൊന്ന്. 2-ാമത്തെ കാര്യം, ഇപ്പം ഈ അടുത്ത കാലത്ത് കണ്ടായ ഒരു കോപ്രായമാണ്. അതിന് കോപ്രായം തന്നെ ഞാൻ വിളിക്കട്ടെ. എന്താ കാര്യം? നമ്മുടെ കൂതാശ, വിവാഹ കൂതാശ പാശ്ചാത്യരുടെ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ വിവാഹ കൂതാശ 1.25 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ഈ മണവാളിനും മണവാട്ടിക്കും തന്നെ ക്ഷീണം എടുക്കും. അപ്പോഴതാണ്ട് 2 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ കയ്യിൽ പൂവൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. കൊച്ചു വിവാഹ കൂതാശയുടെ ഒത്ത നടുക്ക് മലനടിച്ച് വീഴും. പിന്നെ വിവാഹ കൂതാശ മൊത്തത്തിലങ്ങ്. ഇത് എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയത്തില്ല. പാശ്ചാത്യർ ഇത് ചെയ്യാം, കാരണം അവർക്ക് ആകെപ്പാടെ ഒരു വെഡിങ് റിങ്ങും കാണും, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണമില്ലാതെ ഒരു ഉമ്മയും കൊടുത്താൽ മതി, കല്യാണം തീർന്നു. ഇതല്ല നമ്മുടെ വിവാഹ കൂതാശ. നമ്മുടെ വിവാഹ കൂതാശ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. അവിടെ ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ കോപ്രായം കെട്ടിക്കൊണ്ട് വരുത്തരുത്. ഇനി ഇവരുടെ അമ്മമാർക്ക് ഒത്തിരി സന്തോഷമാണെങ്കിൽ ഈ കോപ്രായം അവരങ്ങ് കെട്ടിക്കൊണ്ട് വന്ന് നിന്നോട്ടെ, അത് അയച്ചൂടെ നല്ലത്. ഇത് 2-ാമത്തെ ചിരി വരുന്ന കാര്യം. 3-ാമത്തെ കാര്യം, പെങ്കൊച്ചിനെ ഒരുക്കിക്കൊണ്ടുവരും. ഞാൻ പല കല്യാണം കഴിഞ്ഞ വീടുകളിലും ചെന്നിട്ടുണ്ട്. ഈ മണവാട്ടിയെ കണ്ടാൽ എന്നാ സുന്ദരിയാണെന്നറിയാമോ? പക്ഷെ അന്നേ ദിവസം ഒരുക്കി അങ്ങ് എങ്ങനെയാക്കും? അങ്ങ് വൃത്തികേടാക്കും. ഇനി അതോ അതിൻ്റെ രസം. ഇപ്പോൾ ഈ 2 വർഷം 2.5 വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 15,000 രൂപയൊക്കെ ഒരു പെങ്കൊച്ചിനെ ഒരുക്കി വരുത്തേണ്ടിയെന്ന്. എൻ്റെയൊക്കെ നിറമാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തൊക്കെയോ ഒരു പേസ്റ്റ് തേക്കും, അതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ഒരു ഫെവിക്കോൾ പോലത്തെ എന്നിട്ട് സാധനം തേക്കും, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് എൻ്റെ വൈറ്റ് ക്രീം തേക്കും, പിന്നെ അതിനെ ചുമപ്പിക്കും. ഇത്രയും ചുമപ്പിച്ചെങ്കിൽ മാത്രമേ കൊച്ചിനെ പള്ളിയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതിനിടയ്ക്കാണ് ഇങ്ങനെ ശക്തമായ ലൈറ്റും എൻ്റെ കൂട്ട് വേർക്കുന്നൊരു കൊച്ചുമാണെങ്കിൽ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോകുമ്പോൾ കൊച്ചു മുഖം ഒന്ന് തുടയ്ക്കും. കറണ്ട് വരുമ്പോൾ ചെറുക്കം പേടിക്കും, വരയം പുലി നിൽക്കുന്ന പോലെ നിൽക്കും, മുഖം മാറിയിട്ട് കറുപ്പും വെളുപ്പുമായിട്ട്. അതും കഴിഞ്ഞിട്ട് പെണ്ണിനെയും ചെറുക്കനെയും പിടിച്ചു നിർത്തി മിന്നങ്ങോട്ട് കെട്ടാൻ എടുക്കുമ്പം മിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തോ നാട്ടുകാരുടെ ഓടി വരുന്ന ഒരാളൊരു ഓടിവരവുണ്ട്. അതും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇതും എന്തായിരിക്കും എനിക്കറിയത്തില്ല. ക്ലിമിസിലിമിൻ എന്നോട് പറഞ്ഞു, അച്ഛാ അത് ഈ വീട്ടിലോട്ട് സ്വീകരിക്കുന്നുള്ളതിൻ്റെ പ്രതീകമാണ്. എന്താ വരുന്നത്? ചെറുക്കൻ്റെ പെങ്ങള് വന്നിട്ട് എന്തോ പറയുന്നത്? പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ചേട്ടത്തിയുടെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ സ്വന്തം നാത്തൂൻ്റെ കാലയിൽ ഒരു ചവിട്ട് കൊടുത്തിട്ട് നീ അങ്ങ് മാറിക്കോ, നാത്തൂൻ പോലെ ഞാൻ നടത്തിക്കൊള്ളാം. അതും കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ എനിക്ക് തോന്നിയ ഇഷ്ടമല്ലാത്ത പ്രവൃത്തി എന്ന് പറയുന്നത്, ഈ നാത്തൂൻ ഈ ചെറുക്കൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം അടി ഉണ്ടായി കാണുമെന്നറിയാം. ഈ പെണ്ണിന് മേടിച്ചു കൊടുക്കുന്ന സാരിയേക്കാൾ 1000 രൂപയെങ്കിലും വില കൂടിയ സാരിയാണ്
ഈ നാത്തൂന് എടുത്തുകൊണ്ട് വന്നേക്കുന്നേ. അത് കാണിക്കാനായി ഓടി വരുന്നത്, അല്ലാതെ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇനി അതും കഴിഞ്ഞിട്ട് പിന്നീട് വിവാഹം മിന്നു കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴും അച്ഛൻ ഈ മന്ത്രകോടി എടുത്ത് വിരിച്ചങ്ങിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ചതോ ഒന്നുമല്ല. ഞാൻ വലിയച്ഛന്മാരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മന്ത്രകോടി ചെറുക്കനെ കൊണ്ട് തൊടിയിക്കരുത്, അച്ഛൻ തന്നെ തലയിലിട്ട് കൊടുക്കണം. അപ്പോഴാ അച്ഛൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം ചെറുക്കൻ്റെ അപ്പൻ്റെ ഒരു ചോദ്യം, എൻ്റെ മരുമോക്ക് പുടവ കൊടുക്കേണ്ടി അച്ഛനാണോ അതോ അവളാണോ? അവനാണോ? എടാ, പുടവ കൊടുക്കാനാണെങ്കിൽ ജോയി ആലൂക്കാസിൽ നിന്ന് മേടിച്ച് മടക്കിയാൻ കൊടുത്താൽ പോരായിരുന്നോ? എന്തിനാ ഇത് പള്ളി കൊണ്ടുവന്ന് ഈ ശുശ്രൂഷയൊക്കെ അടുത്ത്? ഇത് മന്ത്രകോടിയാ. ഇനി ഈ മന്ത്രകോടി തലയിലോട്ട് ഇട്ട് കൊടുക്കും. പെങ്കൊച്ച് തലയൊക്കെ വണക്കി പിടിച്ചിട്ടു ഇത് ഇട്ട് കൊടുത്തു. അന്നേരം ആ നാത്തൂനൊരു സ്നേഹ കൂടുതൽ പുറകെ പിടിച്ചൊരു വലിക്കും. കാരണം എൻ്റെ ആങ്ങളെ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പെങ്കൊച്ചാ. ആ പെങ്കൊച്ചിൻ്റെ പടം ഒന്ന് വീഡിയോയിലൊന്ന് കിട്ടട്ടെ, അതിനുവേണ്ടി പിടിച്ചു വലിക്കുന്ന. പക്ഷേ എനിക്ക് മനസ്സിലായിരിക്കാണ്ട് കല്യാണം തീരുന്നിടം വരെ ഞങ്ങൾ അച്ഛന്മാർ പിടിച്ചിട്ട് കൊടുത്ത രീതിയിൽ അവിടെ കിടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പുറകോട്ട് ഒരു പിടി വലിച്ചു കൊടുത്തതിന് ശേഷമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, പിന്നെ കല്യാണം തീരുന്ന വരെ പെങ്കൊച്ചിൻ്റെ പണി എന്നാ ആയിരിക്കും എന്നറിയോ? ഇത് പൊക്കിയിടിയില്ല. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൊങ്ങി വരത്തില്ല. കാരണം 2 ഡസൻ സ്ലൈഡാണ് തലയ്ക്കകത്ത് കയറ്റി വെച്ചേക്കുന്നത്. ഇതിലേതേലും ഒരെണ്ണം മന്ത്രകോടിക്കകത്ത് ഉടക്കിയിട്ടുണ്ട്. ഇനി എന്നാത്തിനു വേണ്ടിയാണ് ഇത്രയും അതിൻ്റെ ചില മോശവശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിലും എന്നാത്തിനു വേണ്ടിയാണ് ഈ തലമുടി ആ മന്ത്രകൂടി ഇങ്ങനെ മുന്നോട്ട് നീക്കിയിട്ട് കൊടുക്കുന്നത്? അച്ഛൻ കുതിരപ്പന്തയത്തിന് ഇറങ്ങുന്ന കുതിരകളുടെ ഇരുവശങ്ങളിലായി പാഡ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നീ എങ്ങോട്ട് നോക്കണം? നേരെ നോക്കണം. നേരെ നോക്കി ഓടിയെങ്കിൽ മാത്രമേ നിനക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഓടിയാൽ നീ സമയം ഏറെ എടുക്കും ലക്ഷ്യത്തിലെത്താൻ. അതുതന്നെയാണ് സഭയും പഠിപ്പിക്കുന്നത്. ഇനി നീ നേരെ നോക്കിക്കോണം, നിന്റെ ഭർത്താവിനെ നോക്കണം, നിന്റെ കർത്താവിനെ നോക്കണം. അപ്രകാരമുള്ള ജീവിതം നീ നയിച്ചോണം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, ഭർത്താവും കർത്താവും ഇല്ലാത്തടത്ത് ആര് വരുന്നത്? പിശാച് വരുന്നത്. ഭർത്താവ് ഗൾഫിലായിരിക്കും, നേരെ കർത്താവിനോട്ട് വിളിക്കത്തില്ല. അവിടെ എല്ലാം പിശാച് കയറിയിട്ടുണ്ട്. തിരുവല്ല, കോഴഞ്ചേരി, പുല്ലാട്, കുമ്പനാട് ഈ അടുത്ത കാലത്ത് തിരുവല്ലയും കഴിഞ്ഞ് പാലിയക്കര വരെ വന്നു എന്ന് പറയുന്നത് കേട്ടു. വ്യക്തമായിട്ട് ഈ സ്ഥലത്തെല്ലാം പിശാച് കയറിയേക്കുന്നത് ഭർത്താവും കർത്താവും ഇല്ലാത്ത വീട്ടിലാണ്. വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്. നിനക്ക് ഒരു അതിർത്തി ഇട്ടിട്ടുണ്ട്. ഈ അതിർത്തിയിൽ കൂടി നീ നേരെ നോക്കിയാൽ ഒരു പിശാച് നിന്നെ ആക്രമിക്കത്തില്ല. നീ അതിന് പ്രകാരം വിശ്വസ്തയോടെ നിന്നാൽ ഒരു പിശാച് നിന്റെ അടുക്കത്തില്ല. നിന്റെ ചിന്താഗതികളെ മാറ്റപ്പെടുമ്പോഴാണ്, ദൈവത്തെ വിളിക്കുകയോ ഭർത്താവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം നിലനിർത്താതെ ഇരിക്കുമ്പോഴാണ് നിന്റെ വീട്ടിൽ പിശാച് കയറുന്നതും ആ പിശാചിന് നീ അടിമയായിത്തീരുന്നു. നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ഈ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് ആക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടി അതിര് കടന്നില്ല. പെൺകുട്ടി അതിര് കടന്നുപോയി യജമാനോട് സംസാരിച്ചില്ല. പെൺകുട്ടി യജമാനത്തിയോട് പറഞ്ഞു, ഞാൻ സംസാരിക്കേണ്ടത് എൻ്റെ യജമാനത്തിയോടാ. ഞാൻ സംസാരിക്കേണ്ടത് 2000 വർഷം പഴക്കമുള്ള എൻ്റെ സഭയിലൂടെയാണ്. അല്ലാതെ ഈ സുപ്രഭാതത്തിലുണ്ടായ എൻ്റെ കാലാകാലങ്ങളായുള്ള പിതാക്കന്മാരെല്ലാം മന്ദബുദ്ധികളായ ആരാധനക്കാരും ഞാനും ഈ 1950 ശേഷമുണ്ടായ സമൂഹവും മാത്രമാണ് ബുദ്ധിയുള്ളതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തിലല്ല പെൺകുട്ടി. ഓർമ്മയിലേക്ക് വരട്ടെ, ഇന്ന് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഈ പ്രമാണങ്ങളെല്ലാം പാരമ്പര്യങ്ങളായി എഴുതിത്തള്ളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വേദപുസ്തകം ഡെയിലി ഡയറി എഴുതിയ പോലെ എഴുതിയല്ല. വേദപുസ്തകം എഴുതിയത് AD 500 അവൻ്റെ അവസാനത്തെ പുസ്തകം എടുത്തു വെച്ചിട്ട് ഇത് വേദപുസ്തക രൂപത്തിലാക്കിയത്. AD 52 മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം എഴുതിയതിൻ്റെ കാലഘട്ടം പോലും ആയിട്ടില്ല. വേദപുസ്തകത്തിലെ അവസാന പുസ്തകം എഴുതിയത് AD 100. ആ 100 എഴുതിയ വേദപുസ്തകം തോമാസ് ശ്ലീഹ കണ്ടിട്ടില്ല, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കണ്ടിട്ടില്ല. അവരന്ന് വാമൊഴിയായി കൈമാറി. അതാണ് പാരമ്പര്യം. ഇതിലൊരു വിശ്വാസത്തിന് അല്പം വ്യത്യാസം വരുത്തിയ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം. ഒറ്റ പാട്ടൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിനെ ഉപസംഹരിക്കുക. പലപ്പോഴും നിങ്ങൾ പാടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. പാട്ടിങ്ങനെയാണ്. രാവിലെ പ്രഭാ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, രാജ്യത്തിൻ വാതിൽ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം മതി. അലസത ലേശം ബാധിച്ചാൽ ആദ്യം മുതൽ ഒന്നുകൂടെ. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാണ്. നമ്മളൊക്കെ പറയുന്നത് എൻ്റെ അച്ഛ ബ്ലസ് തിരുവല്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അവിടെ എന്തോരം ആളുകളാ പോകുന്നത്. യേശുവമ്പുരാൻ പറഞ്ഞ വാചകം തെറ്റാവണമെന്നാൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്, ചുരുങ്ങിയതാണ്. അതിലൂടെ പോകുന്ന ആളുകളുടെ എണ്ണം ചുരുക്കമാ.
യാതൊരു സംശയമില്ല. രാജ്യത്തിൻ വാതിൽ ചെറിയതും ആ മാർഗം വീതി കുറഞ്ഞതുമാണ്. ഇനി അടുത്ത വഴി, ആ വഴി ഗമനം കാംക്ഷിപ്പോന് അത്യുത്സാഹം ആവശ്യമാണ്. എന്നാ ഈ അത്യുത്സാഹം? നോമ്പിന്റെ സമയം, നോമ്പിൽ വേണ്ടാന്ന് വെക്കേണ്ട സാധനത്തെ വേണ്ടാന്ന് മനസ്സും ശരീരവും കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചെറിയ ഉത്സാഹമൊന്നും പോരാ. പകരം എന്നാ വേണം? അത്യുത്സാഹം വേണം. ഇനി അടുത്ത വരി എങ്ങനെ പറയുന്നേ? അലസത. ഞാനിങ്ങനെ ചിന്തിച്ച എന്തിനാ ഈ അത്യുത്സാഹം എന്നുള്ള വാക്കും അലസത ലേശമെന്നും ആക്കി വെച്ചിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാർക്ക് ബോധ്യമുണ്ട്. അലസത ലേശം മതി. ഞങ്ങൾ ഈ അച്ചായന്മാരുടെ ഭാഷ പറയാം. എൻ്റെ അച്ഛ നോമ്പൊക്കെയാ, മീൻ വേണ്ട, പകരം മീൻ്റെ ചാറ് മതി. ഇച്ചിരി ചാറ് കൂട്ടിയ എന്നെ അത്താ ഇത്ര തെറ്റ്? വേദോസ്തം തന്നെ പറയുന്നുണ്ട്, അകത്തോട്ട് പോകുന്നു നമ്മളെ. പിന്നെ എന്നതാ ഇല്ലേ? അതുകൊണ്ട് അകത്തോട്ട് പോകുന്നത് അലസത ലേശമാണ്. അലസത ലേശം ബാധിച്ചാൽ അടുത്ത വരി. അതുകൊണ്ടല്ലേ ഈ അശുഭ വഴിക്കെല്ലാം കാരണമായി തീർന്നത്. സഭ പഠിപ്പിക്കാൻ ശ്രമിച്ചതോ, സഭ പഠിപ്പിച്ചതോ കേൾക്കാനോ കേൾപ്പിക്കാനോ ശ്രമിക്കാതെ ലേശം ബാധിച്ചിട്ട് തോന്നിയ വഴി മുഴുവനും നടന്നു. എന്നിട്ടൊരു സാക്ഷ്യവും, ഞാൻ 18 വർഷമായി മദ്യപിച്ച് നടന്ന വ്യക്തിയാണ്, ഇപ്പോൾ ദൈവത്തിന്റെ വഴിയിലായിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞു മദ്യപിക്കാൻ? അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരായിട്ട് സ്വന്തം ആത്മത്തെ നിഹനിക്കും, നശിപ്പിക്കും. യാതൊരു സംശയമില്ല. എവിടെ അലസത ലേശം ബാധിച്ചിട്ട് അശുഭ വഴിക്ക് പോകുന്നുണ്ടോ അവിടെ ജീവിതം നശിച്ചിട്ടുണ്ട്. അവിടെ ജീവിതം ഒരുപക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ കാണാനും കേൾക്കാനും വളരെ രസകരമായിരിക്കാം. എന്നാൽ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാകും ഇത് അശുഭ വഴിയായിരുന്നു, അത് നാശത്തിലേക്കാണ്. ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു കഥയോടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഇത് പറഞ്ഞുകൊണ്ട് അതോടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിനകത്ത് തവള കിടപ്പുണ്ട്. ഈ വെള്ളം ഇരിക്കുന്ന പാത്രം ഒരു സ്റ്റൗവിൻ്റെ മണ്ടയ്ക്കായിരുന്നേ. സ്റ്റൗവിന് തീ ഉണ്ടായിരുന്നു. തവള ചൂട് കൂടിയപ്പം തവള ശക്തി പിടിച്ചു. ഈ ചൂടൊന്നും എനിക്ക് വലിയ കാര്യമല്ല. വെള്ളം തിളച്ചുകൊണ്ടേയിരുന്നു. തവള ശക്തി കൂടുതൽ പിടിച്ചു. ഏറ്റവും അവസാനം ചൂട് കൂടി തവള പുറത്തോട്ട് ചാടണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് തവള എങ്ങനെയായി? പകുതി വെന്തിരുന്നു. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അച്ഛാ ഫോണ് ഇപ്പം ഇത്ര പാപമാകാൻ എന്തോ അച്ഛാ കാര്യം? ഞങ്ങൾ ഒരു ശകലം വൈകുന്നേരം ഒരു ശകലം ഗ്യാസ് ആയതുകൊണ്ട്, ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഗ്യാസിൻ്റെ ഒക്കെ ഗുളിക അന്നേരം എൻ്റെ വായി വന്നായിരുന്നു. ഗ്യാസിൻ്റെ ഏതെങ്കിലും ഗുളിക മേടിച്ചാൽ കഴിക്കണം, ഗ്യാസാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ശകലം വൈകുന്നേരം കുടിക്കുന്ന ആളുകളാണ്. ഈ ശകലം മതി നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ. പിന്നീട് നിനക്ക് ഇതിനകത്തുനിന്ന് കരകയറാൻ ശ്രമിക്കുമ്പം നിന്റെ ശരീരം പകുതി വെന്തിരിക്കും, നിനക്ക് കരകയറാൻ പറ്റത്തില്ല. ഓർമ്മയിലേക്ക് വരട്ടെ. അവൾ തൻ്റെ യജമാനത്തിയോട്, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം, അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുവാൻ പറഞ്ഞു. 4 കാര്യങ്ങൾ. 1, മറ്റുള്ളവരുടെ വേദന കണ്ട് അതിനോട് മനസ്സലിഞ്ഞ് അതിന് വേണ്ട ചെയ്യാൻ കഴിയണം. 2, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുവാനായിട്ട് കഴിയണം. 3, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയണം. 4, തന്നെ ആക്കി വച്ചിരിക്കുന്ന എവിടെയോ അവിടെ വിശ്വസ്തരായിരിക്കണം. അത് കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ, സഭയിലാണെങ്കിൽ സഭയിൽ, ഈ പരുമല ദേശത്താണെങ്കിൽ ഈ പരുമല ദേശത്ത് അതിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുവാനായിട്ട് ഇടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇവിടെ വരുവാനായി ഒരിക്കൽ കൂടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വന്നിയ വൈദിക ശ്രേഷ്ഠരോട്, ഈ ദേശത്തിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. ഒറ്റ കാര്യം മാത്രം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്കണം. കാരണം ഈ മാത്യു അച്ഛനും ഈ മാത്തുക്കുട്ടി അച്ഛനും ഒക്കെ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നവരാ. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ശക്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ധാരാളമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.